നമ്മൾ പോലീസല്ല, റൗഡീസും അല്ല, ഗാങ്സ്റ്റേഴ്സും അല്ല. ലൈഫിൽ ഇതുവരെ ഒരു വയലൻസും ഉണ്ടാക്കിയിട്ടില്ല. എൻ്റെ അനിയത്തിക്ക് വേണ്ടി ഒരുത്തനെ അടിച്ചു. അതിൻ്റെ പേരിൽ ഒരു ചെറിയ വഴക്കം നടന്നു, അത്രേ ഉള്ളൂ. ഇനി അതുപോലെ ഉണ്ടാവാൻ സാധ്യതയില്ലെന്ന് നമ്മളെല്ലാവരെയും പോലെ വിചാരിച്ചു വന്നു. എന്നാൽ ജീവിതത്തിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. നമ്മളതിന് തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. അവൻ ശരിക്കും വേസ്റ്റാടാ. കോളേജിലൊക്കെ കൊണ്ടുപോയി ലെറ്റർ കൊടുക്കുക അവൻ്റെ പണി. ഓവറായിട്ട് ടോർച്ചർ അവനെ കൊണ്ട്. അത് മതി. എന്തിനാ വെറുതെ സമയങ്ങളെന്ന്? വാ നമുക്ക് വാ. അവൻ എവിടെയുള്ളതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ വണ്ടി എടുക്കുക. വാ, വെറുതെ വഴക്കുണ്ടാക്കി അങ്ങോട്ട് പോണ്ട. നീ പറയുന്നത് കേക്ക്. തിരികും കാണിക്കണ അവനെ മെല്ലെ പുറത്തോട്ട് വാ. ഇടങ്ങ് വന്നേ, ഇങ്ങോട്ട് വാ ബ്രദർ. വരൂ ബ്രദർ, വാ. എന്തിനാ വീട്ടിൽ തന്നെ ഇങ്ങനെ അടച്ചിരിക്കുന്നത്? ഇതാ കക്ഷി. തെറ്റായിട്ടുള്ള അപ്രോച്ച്. ഞാൻ നിന്റെ ഈ ആറ്റിറ്റ്യൂഡ് മാറ്റണമെന്ന് പറഞ്ഞിട്ട് പോകാൻ വന്നതല്ല. അവളോട് ഞാൻ സംസാരിച്ചു. നിന്നെ ഇഷ്ടമില്ലെന്ന് പറഞ്ഞു. ഇനിമേൽ ആ കോളേജിൽ വരുന്നത്, അവളുടെ പുറകെ നടക്കുന്നത്, കോളേജിലുള്ള മീറ്റ് സംസാരിച്ചോണ്ടിരിക്കല്ലേ. ഇതൊക്കെ നീ ഇന്നത്തോടെ തന്നെ അവസാനിപ്പിച്ചോളണം. അതൊക്കെ പഴയ ഫാഷനാ. ആദ്യം പോയി മുടി വെട്ടാം. ഇതിന്റെ പേരിൽ ഇനി താടി വളർത്താനൊന്നും നിൽക്കണ്ട. നീ വാ. ഒരു 20 minutes. അറിയാടാ, നീ ടെൻഷൻ അടിക്കണ്ട. സൂക്ഷിച്ച്. ഞാൻ മഹേഷിനെ ഡ്രോപ്പ് ചെയ്യാൻ വരുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയായിരുന്നു. ബൈക്ക് പാർക്ക് ചെയ്തിട്ട് അവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. ഒരു 4 സ്റ്റിൽ ഔട്ട് കണ്ടു. അപ്പോഴേ തോന്നി പ്രശ്നമാണെന്ന്. പക്ഷെ എനിക്കല്ല, അവന്മാർക്ക് തന്നെ. നിനക്ക് ചിരി വരുന്നല്ലേ? എന്താണെന്നറിയില്ല, ഉള്ളിലൊരു ഭയം ഉണ്ടായിരുന്നു, വയറ്റിലൊരു കത്തല് പോലെ. എന്നാൽ അതേസമയം എന്ത് വന്നാലും നേരിടാവുന്ന ശരീരത്തിൽ മൊത്തത്തിലൊരു ധൈര്യവും. മുടി വെട്ടിയില്ലേ? ഞാൻ നിന്റെ അനിയത്തിയെ പ്രേമിക്കാൻ പാടില്ല അല്ലേ? നിനക്കാണെങ്കിൽ ഞങ്ങളുടെ ഏരിയ വന്ന് ആരെ വേണമെങ്കിലും സൈറ്റ് അടിക്കാം. അതെ, പക്ഷെ ഞാനില്ല. അത് അവൻ്റെ ലവറാ. ഞാൻ ചുമ്മാ കൂടെ ഒരു കൂട്ടിന്. പിക്കപ്പ് ഡ്രോപ്പ്. ഇപ്പം വരും, വെയിറ്റ് ചെയ്യും. നാളെ ഞാൻ നിന്റെ വീട്ടിൽ വന്ന് നിന്റെ അനിയത്തിയോട് സംസാരിക്കുന്നത് കണ്ടോ? ഒരു 6 പഞ്ചും 6 അടിയും ഒളിയാ. ഓരോ പഞ്ചിനും ഏതാണ്ട് ഒരു 50 കിലോ വെയിറ്റ് ഉണ്ടാവും. ഇനി നിന്റെ കാര്യം കഴിഞ്ഞില്ലടാ. സംസാരിച്ചോണ്ടിരുന്നപ്പോഴേ കൈവച്ചു. അവന്മാരൊക്കെ ഇങ്ങോട്ട് വന്നടാ. ഇവിടെ വലിയ അടി നടക്കുക. വേഗം പോടാ. നിന്നോടുള്ള ദേഷ്യം എന്നോട് തീർക്കുന്ന. വേഗം പോടാ. നിനക്കെന്തിനും പറ്റിയോ? അവരെല്ലാം ഓടിച്ചോ? നീ നിന്റെ കൂടെ വന്ന് എന്റെ കാര്യം കൂടെ ഇപ്പൊ കഴിഞ്ഞു. നാളെ നമുക്ക് കുഞ്ഞുങ്ങളുണ്ടാവുമ്പോ അവരോട് ഈ 6 പഞ്ചിന്റെ കഥ പറഞ്ഞു കൊടുക്കണം. മക്കളെ, അച്ഛനോട് ഒരു ദിവസം 4 പേര് വഴക്കുണ്ടാക്കാൻ വന്നപ്പോ ഒരു 6 പഞ്ച് സൂപ്പറായിട്ട് കൊടുത്തു വന്നു. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നാൽ നമ്മളെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അത് നേരിടാനുള്ള ഒരു ധൈര്യം നമ്മുടെ ഉള്ളിലുണ്ടെന്ന് ഒരു കോൺഫിഡൻസ് വന്നു. ആ കോൺഫിഡൻസ് ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ്. ബോളർ ഇടാം. എക്സ്പെൻസീവ് അല്ലേ? എനിക്കൊക്കെ അളിയാ, പക്ഷെ നിനക്കാണെങ്കിൽ കുറച്ച് കഷ്ടം. ഓ സാറേ, ഞാൻ സംസാരിച്ചോണ്ടിരിക്കുക. ഇത് ദിവ്യയോട് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നിനക്ക് വേണ്ടിയാടാ ഞാൻ നോക്കി. എനിക്ക് സിംഗിൾ ആയിട്ട് നടക്കുന്നുണ്ട് എനിക്ക് സഹിക്കുന്നില്ലടാ. ഞാൻ ദിവ്യയുടെ കൂടെ സമയം ചെലവഴിക്കുമ്പോ എനിക്ക് കുറ്റബോധം. നിന്നെ തനിച്ചോട് നിർത്തിയിട്ട് ഞാൻ സൂഹിക്കല്ലേ? അല്ല, സൂപ്പറായിട്ട് അഭിനയിക്കുന്നുണ്ട്. പ്രണയം, പെണ്ണുങ്ങൾ, ഇതിനൊരു പ്രത്യേകതരം ധൈര്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണമല്ലേ? അത് വേറൊരു കോൺഫിഡൻസ് നമുക്ക് തരും. അത് നമ്മുടെ ഉള്ളിൽ ഇല്ലാതിരിക്കുകയാണെങ്കിൽ ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നത്. കുറച്ച് നല്ല കുട്ടികളായിട്ട് ജീവിക്കാൻ ലൈഫിൽ, മര്യാദയുള്ള കുട്ടികളായിട്ടിരിക്കാം ജീവിതകാലം മുഴുവൻ. നീ പറയലേ 2 അനിയത്തിമാരോട് ഇടപഴകി ജീവിക്കുന്നുണ്ട് പെണ്ണുങ്ങൾ ഇത്രയേ ഉള്ളൂ എന്ന്. അവരുടെ മനസ്സ് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് വിചാരിച്ചത്. നോ ചാൻസ്. അത് നമ്മളെ കൊണ്ട് കഴിയില്ല എന്ന് മനസ്സിലായി. കറക്റ്റ് ആളിയാ. നീ ഇതെങ്ങനെയാടാ മാനേജ് ചെയ്യുന്നത്? അത് നിക്ക് നീ സംസാരിക്കാറേ ഇല്ലല്ലോ, എല്ലാം ആക്ഷൻ അല്ലേ?
എന്താളിയാ എന്തു പറ്റി? ബാക്ക് ടു സുകന്യ ടോപ്പിക്. നമ്മുടെ കക്ഷിയുടെ സെക്കൻഡ് ലവ്. ഇതൊരിക്കലും ലവ് നീ അങ്ങനെ പറയല്ലേ? തൊടുക പോലും ചെയ്തിട്ടില്ല. ഞാൻ നിന്നെ വീണ്ടും പ്രേമിക്കുന്നതിനേക്കാളും നീ എന്നെ മറക്കുന്നതാ വളരെ ഈസി. ദിസ് ഈസ് ഓവർ. സുകന്യ പ്ലീസ്. അളിയാ, Please, original dialogue ടാ. 16 വയസ്സുള്ള പെൺകുട്ടിക്ക്. അടുത്തത് മല്ലിക, നമ്മുടെ കക്ഷിയുടെ തേർഡ് ലവർ. കോളേജിലുള്ള ഒരു പെണ്ണ് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അവളുടെ കൈ ഞാൻ പിന്നെ വിട്ടിട്ടേ ഇല്ല. എന്നെ കൊണ്ട് പറ്റുന്നത് പോലെയൊക്കെ ട്രൈ ചെയ്തു. ആ ഒരൊറ്റ കാരണം കൊണ്ട് വേണ്ടെന്ന് പറഞ്ഞിട്ട് പോയി. ഹൗ ഡെയർ യു. നീ കുറച്ച് ഡീസന്റ് ആണെന്നാ ഞാൻ വിചാരിച്ചേ. ഞാൻ ആകെ ഡിസപ്പോയിന്റഡ് ആയി. പ്ലീസ് ലീവ് മീ. കൈ കയറി പിടിച്ചാ പ്രശ്നം, പിടിച്ചില്ലെങ്കിൽ പ്രശ്നം. ഈ പെണ്ണുങ്ങളെന്ന് പറഞ്ഞാലേ പ്രശ്നമുണ്ടല്ലോ. സോ അവർക്ക് തനിയെ തോന്നണം പ്രണയം നമ്മളെ വീഴ്ത്തണം, തലകീഴായി ഇത് മറിക്കണം. സത്യമായിട്ട് ഒറിജിനൽ ഡയലോഗ് അല്ല. അത് നടക്കും എന്നെങ്കിലും ഒരു ദിവസം. അതായിരിക്കും എൻ്റെ ഫസ്റ്റ് ലവ്. നിങ്ങൾക്ക് കാണാം. ഫസ്റ്റ് ലവോ? ആരത്? നാളെ വരുന്നുണ്ടളിയാ. നാളെയോ? നാളെയാ ഫൈനലി. സൂപ്പർ അളിയാ. ഇനി നിന്നെ പിടിച്ചാ കിട്ടില്ല. ആരാടാ? മൈ ആറി. ആറിയോ? എനി ഡേ ഷീ ബി മൈ ഫസ്റ്റ് ലവ്. വലത് തിരിച്ചു മറിച്ചു വെച്ചേ കാണിക്കും വിദ്യയെല്ലാം തിരിച്ചു കിടത്തിൽ വെച്ചേ ഷോമാൻ ഞാൻ താനേ എൻ ചിറകുകളെ എൻ ബൈക്കുകളാണ് ഈ ഉലകത്തിലെ എന്റെ ജീവനെ ഞാൻ മുറുക്കി മുറുക്കി പറന്ന് പറന്ന് പറന്നീടാ അത് കൊതിച്ചു കൊതിച്ചു വേഗം ലക്ഷ്യമേതു പിടിച്ചാരേ ഒന്ന് ചിരിക്കാൻ കെട്ടിപ്പിടിക്കാൻ എനിക്കിത് എന്റെ ബൈക്ക് ലൈഫേ നേരെ മറക്കാൻ ദൂരം കൊതിക്കാൻ എനിക്ക് എന്റെ ബൈക്ക് മാത്രം എന്നെ നീ നോക്കും മച്ചാ ഒന്നിങ്ങും നോക്കും മച്ചാ പെണ്ണുങ്ങൾ ഇന്ന് നിന്ന് എന്റെ കൂടെ രണ്ട് കക്ഷി എന്നെ നീ കളിച്ചത് പിടിച്ചത് കളിയല്ലേ വണ്ടിക്ക് ഓടിച്ചെന്ന് വളവങ്ങ് നിൽച്ചത് കളിയല്ലേ വണ്ടിക്ക് സ്നേഹിച്ചെന്നാൽ നമ്മൾക്കില്ല റിസ്കൊന്നും പിന്നാലെ കാത്തു നിന്ന് നിനക്കുന്ന താമസം എടുത്ത് വലത് തിരിച്ചു മറിച്ചു വെച്ചേ കാണിക്കും വിദ്യയെല്ലാം തിരിച്ചു കിടത്തിൽ വെച്ചേ വലത് തിരിച്ചു മറിച്ചു വെച്ചേ കാണിക്കും വിദ്യയെല്ലാം തിരിച്ചു കിടത്തിൽ വെച്ചേ ഷോമാൻ ഞാൻ താനേ പ്രേമം തരും സുഖം ബൈക്ക് തരില്ലടാ എൻ ബൈക്ക് പഞ്ചറാകും എന്നാലും ടോർച്ചർ ചെയ്യൂല്ലടാ അവൾ മടിയിൽ കിടന്നാൽ ചില മുത്തം ചിതറും ഞാൻ ബൈക്കിൽ പോയാൽ സ്വർഗം തെളിയും ഒരു ബൈക്ക് കാട്ടി ഒരു പെണ്ണെ വിളക്കാം ഒരു പെണ്ണെ കൂട്ടി ഒരു ബൈക്ക് വിളക്കാമോ മുന്നിൽ നിന്ന്
വലത്ത് തിരിച്ചു മറിച്ചു വെച്ചേ കാണിക്കും വിദ്യയെല്ലാം തിരിച്ചു കിടത്തിൽ വെച്ചേ ഷോ മാൻ മാനാനേ മച്ചാനെ മച്ചാനെ ഗന്ധിക്കും സിംഗമേ കിരവ പകൽ കറങ്ങി കത്തി കളിച്ചിട്ട് പടച്ചെടുത്തൊരു വെട്ടിക്കിട്ട് കാത്ത് കാത്ത് ഒതുങ്ങി പോയടാ പിന്നെ ചുറ്റി ലീല വന്നു. മൈത്രിയുടെ കോളേജ് മേറ്റ്. നമ്മുടെ റൂൾസ് അറിയില്ലേ? നമ്മുടെ അനിയത്തി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അനിയത്തിമാരാണ്. അതെ, പക്ഷെ നമ്മുടെ അനിയത്തിമാരുടെ ഫ്രണ്ട്സ് നമ്മുടെ അനിയത്തിമാരല്ല. അല്ലെങ്കിൽ നമുക്ക് വേണേ റൂൾസ് മാറ്റാവുന്നേ ഉള്ളൂ. താങ്ക് യു അളിയ. മൂടിക്കളഞ്ഞു. സോറി, ബാത്റൂം യൂസ് ചെയ്യാനായിരുന്നു. മൈത്രി ഇത് അവളുടെ റൂമാന്നാ പറഞ്ഞു. അങ്ങനെ 1/2 മണിക്കൂർ നേരം ഞാൻ കണ്ണാടിയുടെ മുമ്പിൽ തന്നെ നിന്നു. അവൾ എന്നെ കണ്ടതിൽ കുഴപ്പമുണ്ടോ എന്ന് ഞാൻ നോക്കി. സ്റ്റൈലൊന്നും കുഴപ്പമില്ലായിരുന്നു, പക്ഷെ സ്വല്പം വയറ് ചാടിയിരുന്നു. ഇതെന്റെ ഫ്രണ്ട് ലീല. ആ ഹായ്. മറ്റുള്ളവരെയൊക്കെ അറിയാലോ നിനക്ക്? ഹായ് ഹായ് ഹായ്. ലീല ഇതെന്റെ ചേട്ടനാ. അല്പം മുമ്പ് ഞങ്ങൾ മീറ്റ് ചെയ്തേ ഉള്ളൂ. അമ്മ എനിക്ക് പ്ലേറ്റ് ചെയ്യാം. ബജി എടുക്ക്. പാലെടുത്തോണ്ട് വരട്ടെ? അമ്മേ, പാലോ? അതെടാ പാല്. അതെ, ബജി കഴിക്കുന്നോ? ഡിഗ്രി എടുത്തതിന് അവസാനം ഒരു ബജി കിട്ടി. അളിയ, മൈത്രിയുടെ ഫ്രണ്ട്സിനെയൊക്കെ അറിയാലോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നു നോക്കിക്കൊണ്ടിരിക്കും. പക്ഷെ ഇവൾ എന്നെ വഹിച്ചു കളഞ്ഞളിയ. ഈ ഷർട്ട് കോളറിന്റെയും തലമുടിയുടെ ഇടയിലുള്ള ഈ സ്ഥലം ചുട്ടു പൊള്ളുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അവളെ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ എന്ന് വിചാരിച്ചിട്ട്. ശരി, അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ബൈ. എങ്ങനെ ആ പെണ്ണിന്റെ മാറ്റർ ഇവളുടെ ഓപ്പൺ ചെയ്യുന്നത്? എന്താടാ, കൊള്ളാല്ലേ? ആരെ പറ്റി? അവളെ നീ ശരിക്കും കണ്ടോ ഇല്ലയോ? ആരെ? എടാ, അഭിനയിക്കാതെ. ലീലേ, isn't she beautiful? ഒരു സത്യം പറയട്ടെ, എന്താടി അവളെ ഇത്രയും നാൾ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരാഞ്ഞത്? എന്റെ കൺവെട്ടത്ത് കാണിച്ചില്ലല്ലോ. ഷീസ് ബ്യൂട്ടിഫുൾ, പക്ഷെ നിനക്കത് മനസ്സിലാവില്ല. ലീല ഇതാണ്, ലീല അതാണെന്നൊക്കെ നിങ്ങൾ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അവൾ ഇത്ര സുന്ദരിയാണെന്ന് ഒരു പ്രാവശ്യം പോലും പറഞ്ഞില്ലല്ലോ. 3 വർഷം വെറുതെ ആയിട്ട് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, 2 വർഷം മാസ് കമ്മ്യൂണിക്കേഷൻ പഠിച്ചു. അത് വേസ്റ്റ് ആയില്ലേ? കോൺസെൻട്രേഷൻ എഫക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിട്ടാടാ. അല്ലേലേ 2 ഇയേഴ്സ് ഉണ്ട്. അവളെ ഫൈനൽ ഇയറിൽ നീ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നെങ്കിൽ അരിയറ ഇല്ലാതെ ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പാസ്സായി പോയനെ. ജൂണിൽ കംപ്ലീറ്റ് ചെയ്തന ഡിഗ്രി. ഷീസ് ഇൻസ്പയറിംഗ് ടു. ഷീ കാൻറ്റ് ബി എ ഡിസ്റ്റർബൻസ്. ഷീസ് ലീല ജോസഫ് ഫ്രം ആലപ്പി, കലവൂർ. വെറുതെ പറഞ്ഞതാടാ. അവള് ലീല രാമൻ ഫ്രം കോലാപൂർ, മഹാരാഷ്ട്ര. ഓ, ഹിന്ദി? അച്ഛൻ മലയാളി, അമ്മ മഹാരാഷ്ട്ര. അമ്മ അന്നേ പറഞ്ഞു ഹിന്ദി എടറാന്ന്. ഞാനായിട്ട് അത് വേണ്ടാന്ന് വെച്ചത്. ഉടനെ വണ്ടി കയറി അങ്ങോട്ട് പുറപ്പെടാൻ നിൽക്കണ്ട. അവൾ അവിടെ ഇല്ല, ഇവിടെ ഉള്ളത്. ഞങ്ങൾ 2 പേരും ചേർന്നാ ആ കോഴ്സ് ചെയ്യാൻ പോകുന്നത്, ഒരു ഡയറക്ടറിന്റെ കീഴിൽ. ആൻഡ് നാളെ മുതൽ അവൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. പിന്നെ നാളെ അവളുടെ അച്ഛൻ ഇങ്ങോട്ട് വരും ടു ചെക്ക് ഇഫ് ഷീ ഈസ് ഓക്കെ. ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. അവളുടെ പേര് ലീല. അവൾ എന്റെ കൂടെ പഠിക്കാൻ പോകുന്നേ. നാളെ മുതൽ അവൾ നമ്മുടെ വീട്ടിലാ ഉണ്ടാവുക എന്നാ പറഞ്ഞേ.
ലൈഫിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. നീ എൻ്റെ ജീവിതത്തിൽ വന്നത് അങ്ങനെയായിരിക്കും. മോനെ ആ സോറി, ഞാൻ കാരണമല്ലേ നിനക്ക് ഇവിടെ കിടക്കേണ്ടി വന്നത്. ബെസ്റ്റ് മൊമെന്റ്സ് ഇൻ ലൈഫ് അല്ല, ഡേ നൈറ്റ് അല്ല, ഡെയിലി 7 ദിവസമായിട്ട് കണ്ടിന്യൂസ്ലി ഒരു ഡെയിലി റുട്ടീൻ പോലെ പൊയ്ക്കൊണ്ടിരിക്കുക. ഓപ്പോസിറ്റില് ടി വി, അത് ചുമ്മാ ഓൺ ചെയ്ത് വെച്ചിരിക്കും. സംസാരിക്കുന്ന കേട്ടില്ലേ? ശ്രദ്ധിക്കടാ. ഞാൻ കാരണമല്ലേ നിനക്ക് ഇവിടെ കിടക്കേണ്ടി വന്നത്. 5 വർഷമായിട്ട് ഞാൻ ഇവിടെ തന്നെയാണ് കിടക്കുന്നത്. രാവിലെ അച്ഛൻ വന്ന് വിളിച്ചുണർത്തും, പിന്നെ 2 മണിക്കൂർ അച്ഛൻ്റെ മുറി കിടന്നുറങ്ങും. ഗേൾസ് അല്ലേ, അവർക്കും കുറച്ച് പ്രൈവസി ആവശ്യമുണ്ട്. എനിക്കും. നോ പ്രോബ്ലം, നീ കാരണമൊന്നുമല്ല. നല്ല രസമുണ്ടാവുമല്ലേ അനിയത്തിയായിട്ടുള്ള നിന്റെ ജീവിതം? നല്ല ടോർച്ചറാണ്. ചില സമയങ്ങളിൽ നന്നായിരിക്കും, ഇപ്പോഴത്തെ പോലെ. എന്റെ വീട്ടില് ഞാൻ മാത്രമേ ഉള്ളൂ, അച്ഛൻ, അമ്മ, ഞാൻ. എന്നാത് ശരിക്കും പോരാ, സത്യമായിട്ടും. മൈത്രി എപ്പോഴും നിന്നെ പറ്റി സംസാരിക്കാറുള്ളൂ. നല്ലതുമെല്ലാം പറഞ്ഞിട്ടുണ്ടോ? യാ, യാ. ഓ, നീ സൂപ്പർ കൂളാണ്, വെരി പ്രൊട്ടക്റ്റീവ്, ചിൽഡ് ഔട്ട് ആണ്. നിന്റെ സുകന്യയുടെ കഥ എനിക്കറിയാം. അവള് പറഞ്ഞ ഫേമസ് ഡയലോഗ്, ഞാൻ നിന്നെ വീണ്ടും പ്രേമിക്കുന്നതിനേക്കാൾ നീ എന്നെ മറക്കുന്നതാ ഈസി. അങ്ങനെയല്ലേ പറഞ്ഞത്? മൈത്രി. അതെല്ലാവർക്കും അറിയാം. എന്റെ കഥ ലോകം മുഴുവൻ അവൾ എത്തിച്ചിട്ടുണ്ടാവും. ഞാൻ പഠിച്ചതൊക്കെ ഇവിടെയാ, ചേർച്ച് പാർക്ക്. പഠിച്ചു കഴിഞ്ഞിട്ട് അച്ഛനും അമ്മയും തിരിച്ച് കോലാപൂരേക്ക് പോയി സെറ്റിൽ ആവാന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോയി. എഞ്ചിനീയറിംഗ് ഒരു 4 വർഷം. അച്ഛൻ സാരമില്ല, ഉടനെ ഒന്ന് നീ ജോലിക്ക് ശ്രമിക്കണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഒരു MBA കോഴ്സ് ഇവിടെ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ട് സ്വസ്ഥമായിട്ട് വീട്ടിലിരിക്കുക. ചുമ്മാ ബേസിക്കായിട്ട് പറഞ്ഞ വേസ്റ്റ്. രാത്രിയൊക്കെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. മോസ്റ്റ്ലി ഞങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്കാ, ചിലപ്പോൾ മൈത്രിയും കൂടെ ഉണ്ടാവും. ഞങ്ങൾ തമ്മിൽ നല്ല കെമിസ്ട്രിയാ. സറൗണ്ടിങ്സ് എല്ലാം ഒരു ചൂടാ, പക്ഷെ അതൊരു നല്ല ചൂടാണ് കേട്ടോ. അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. അവൾ അത് അറിയുന്നുണ്ടോ ഇല്ലയോ? അതേടാ, ഞങ്ങളും അഭിനയിക്കേണ്ടി വന്നു. ബസ് സ്റ്റാൻഡിൽ വെച്ച് നടന്ന ഷൂട്ടില് ഹീറോയിന്റെ അടുത്ത് ഞങ്ങളോട് രണ്ടുപേരോടാ നിൽക്കാൻ പറഞ്ഞത്. ഈ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന ആൾക്കാരെ പോലെ അസിസ്റ്റൻസ് പറഞ്ഞാൽ ജോലി ചെയ്യാൻ മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഫ്രെയിമിലൊക്കെ പിടിച്ചു നിർത്തും. ആരാ ഹീറോയിൻ? ആ, അവളെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് ബെറ്ററാ. ബെറ്റർ ആണെന്നുള്ള ലിസ്റ്റിൽ നിന്നെയും കൂടെ അങ്ങ് ചേർത്തു. കഷ്ടം തന്നെ. ഇപ്പൊ ഉറങ്ങണമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ പൊയ്ക്കോളാം. നോ നോ നോ, ഇറ്റ്സ് ഓക്കെ, ഫൈൻ. രാത്രി ഒരിക്കലും തീരരുതെന്നായി ഇപ്പോൾ വിചാരിച്ചു. This morning is too sweaty. ഒന്ന് ആലോചിച്ച് നോക്കി, എപ്പോഴും ചുറ്റിനും നിങ്ങളെ പോലെ ഫ്രണ്ട്സ്. ശരി, എപ്പോഴും നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്ത് എനിക്ക് ബോറടിക്കില്ല. ഇത് ശരിക്കും ഇൻസൾട്ടാ. ഞാൻ പോവാ. എടാ, അതിന് വീട്ടിനകത്ത് എന്തിനാ പോകുന്നേ? പോണെങ്കിൽ പുറത്ത് പോടാ. വീണ്ടും ഇൻസൾട്ട്. അവൻ വെറുതെ അവൻ പോടുന്നേ. സമയത്രയും
ഉറങ്ങിപ്പോയി. ഞാൻ കണ്ടു. അകത്ത് പോയി കിടക്കായിരുന്നല്ലോ. എനിക്ക് വിശക്കുന്നു. വിശക്കുന്നോ? അതെ, 8 മണിക്ക് കഴിച്ചതാ. ഇപ്പൊ 12 മണിയായില്ലേ, അതാ വിശക്കുന്നത്. Yeah, you go. Enjoy. Wow, my favorite. Thank you so much. It's okay. മൈത്രി പറഞ്ഞായിരിക്കും. ഇല്ലല്ലോ. നീ കഴിക്കുന്നില്ലേ? ഇല്ല, ഇപ്പൊ കഴിഞ്ഞേ ഉള്ളൂ. ഫർദറായിട്ട് പഠിക്കുന്നില്ല, അത് മാത്രം അറിയാം. ഒരു ചെറിയ ട്രാവൽ കഴിഞ്ഞ് വന്നിട്ട് തിരിച്ചു വന്ന് എന്തെങ്കിലും ജോലിക്ക് ശ്രമിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. എങ്ങോട്ട് ട്രാവൽ? ഓൾ ഓവർ ദ വേൾഡ്? നമ്മുടെ ലെവലിനൊക്കെ ഒരു ചെറിയ ലെവൽ ട്രാവൽ. സൗത്ത് ഇന്ത്യ. കഴിഞ്ഞ ആഴ്ച തന്നെ പോകണമെന്ന് വിചാരിച്ചതാ. എൻ്റെ ഫ്രണ്ടിനെ അറിയില്ലേ, മഹേഷ്? അതെ. അവൻ കാലുവാരി. തനിച്ച് പോയാലെന്ന് ഇപ്പം ആലോചിക്കുക. നന്നായിരിക്കും. അതും ബൈക്കാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. സീരിയസ്ലി? ബൈക്കിലോ? ഏയ്, ബൈക്ക് എന്നല്ല ഞാൻ പറഞ്ഞത്, ഷിപ്പെന്നൊന്നും അല്ലല്ലോ. ഓവർ എക്സൈറ്റ്മെൻ്റ് ഒന്നും കാണിക്കാതെ, വീട്ടിലാർക്കും അറിയില്ല. ബൈക്കിലാണെന്നൊന്നും പറഞ്ഞാൽ വിടില്ല. അതുകൊണ്ട് അപ്പുറത്തെ ജംഗ്ഷനിൽ നിന്ന് ബൈക്ക്, ഇവിടുന്ന് നേരെ കന്യാകുമാരി. അവിടെ സൺറൈസ് കണ്ടിട്ട് അവിടുന്ന് ട്രാവലിംഗ് തുടങ്ങണം. വാവ്. അടുത്ത ആഴ്ച കൺഫേം ആയിട്ട് പോയിരിക്കും. സോ യു ഹാവ് എ ഗുഡ് ബൈക്ക്? റോഡ് ട്രിപ്പിനെല്ലാം പോകുന്നതിന് ഏത് ബൈക്കാ? യു ഹാവൻ സീൻ മൈ ബൈക്ക്? നോ. പെണ്ണുങ്ങൾക്കൊക്കെ ബൈക്ക് ഡെയിലി വീട്ടിലേക്ക് വരുമ്പോൾ കറുത്ത ഒരു വണ്ടി വെച്ചിരിക്കുന്ന കണ്ടിട്ടില്ലേ? നന്ദിയെ പോലെ. ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ലേ താനത്? നോ, ഐ ഹാവന്റ് സീൻ ഇറ്റ്. കം, isn't he a beauty? പറയട്ടെ നിന്റെ ബൈക്ക് യാത്രയെക്കുറിച്ച്. ഏയ്, വലിയ പ്രശ്നമാവും, പ്ലീസ്. ശ്രദ്ധിച്ചു ഓടിക്കുമല്ലോ. റാഷായിട്ട് ബൈക്ക് ഓടിക്കരുത്. പറയാതെയാ പോകുന്നത്, അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഓക്കെ? ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നീയും കൂടെ വന്നാൽ നന്നായിരിക്കുമെന്ന് സത്യം പറഞ്ഞ അന്ന് എനിക്ക് തോന്നി. സേഫായിട്ട് പോ, പതുക്കെ പോ, അങ്ങനെ എന്തൊക്കെയോ പറയുന്നു. കൂടെ വന്നാൽ നന്നായിരിക്കില്ലേ? അവസാനം ഞാൻ ആ മഹേഷിൻ്റെ കൂടെ തന്നെ പോകേണ്ടി വരും. നല്ല ക്യൂട്ട് പെണ്ണാളിയാ. ഒരു AR റഹ്മാൻ്റെ സോങ് ഇല്ലേ? അതെ. അതേപോലെ. ഒസാനയാണോ? അതിൽ ആ പെണ്ണ് ഫസ്റ്റ് ഫ്ലോറില്ല, ഇതിൽ പെണ്ണ് നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. ഇവന് ഭയങ്കര ലക്കടാ. കേട്ട് കേട്ട് പതിയുമല്ലോ. അതെ അളിയ. അതുപോലെ എപ്പോഴും കണ്ട് കണ്ട് തുറന്ന് സംസാരിച്ച് ലവ്. ക്ലീൻ പ്യുവർ ലവ്. ഹായ്. ഹായ്. ഭയങ്കര ബിസിയാ, കാണാറേയില്ല. അതിനുവേണ്ടി ഞാൻ വെറുതെ വീട്ടിൽ ഇരിക്കണമെന്നുണ്ടോ? കോളേജിൽ കുറച്ച് ജോലി ഉണ്ടായിരുന്നു. ഫ്രണ്ട്സൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. നാളെ ഞാൻ പോവാ. ഹോസ്റ്റലിൽ പോയി പാക്ക് ചെയ്തിട്ട് മറ്റന്നാൾ ട്രെയിൻ ടു കൊല്ലാപ്പൂർ. 2 ആഴ്ച കഴിഞ്ഞ് മൈത്രി ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് എഴുതി തുടങ്ങാന്ന് പ്ലാൻ ചെയ്തിരിക്കാം. നൈസ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നീ പോവാണെങ്കിൽ പിന്നെ ഞാനും പോകുന്നില്ല നല്ലത്. അല്ല, മറ്റന്നാളെ ഞാനും പോവല്ലേ എൻ്റെ ട്രിപ്പിന് ഓൺ മൈ ബൈക്ക്. പയ്യന്മാരുടെ അടുത്തൊക്കെ കൂടെ വരുന്നു ചോദിച്ചപ്പോൾ കുറേ പേര് ഫ്യൂച്ചർ നോക്കി പോയി, കുറേ പേര് നോക്കിക്കൊണ്ടിരിക്കുന്നു. മഹേഷ് ശ്രമിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ അവസാന നിമിഷം കാല് വരുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഗേൾ ഫ്രണ്ട് വിടില്ല. ആരുണ്ടായാലും ഇല്ലെങ്കിലും ഞാൻ എന്തായാലും പോവും. ബൈക്കിലല്ലേ? ബസ്സിലും ട്രെയിനിലൊക്കെ ഒരുപാട് പോയിട്ടുള്ളതാ. ബൈക്കിൽ തന്നെ, ഓൺ റോഡ്, വിൻഡ് ഓൺ മൈ ഫേസ്, ഓൺ മൈ ആറി. മൈത്രിയോട് അങ്ങനെ ഇത് പറഞ്ഞ് എന്നെ ഒറ്റ കൊടുക്കരുത്. ഞാൻ പൊയ്ക്കോളാം. അതെങ്ങനെ? മഹേഷിന് ബൈക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു എന്ന് പറയും. അവൻ നാളെ ബൈക്ക് എടുത്തുകൊണ്ട് പോകും. മറ്റന്നാൾ രാവിലെ അപ്പുറത്തെ ജംഗ്ഷനിൽ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. ട്രെയിനിലാണ് എൻ്റെ ട്രിപ്പ് എന്നാ പറഞ്ഞിരിക്കുന്നത്. ടിക്കറ്റൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുക. ചോദിച്ചാൽ കാണിക്കും, പക്ഷെ ചോദിക്കില്ല. ട്രെയിൻ ഏർലി മോർണിംഗ് ആയതുകൊണ്ട് 5 മണിക്ക് പുറപ്പെടണം. ഐ ഹാഡ് എ ഗ്രേറ്റ് ടൈം. സത്യമായിട്ടും ഇവിടെ തന്നെ ഇരുന്നാലും അതെനിക്ക് വലിയ സന്തോഷമായിരുന്നു. ബോറടിപ്പിക്കാതെ രാത്രി ഉറങ്ങാതെ എൻ്റെ കൂടെ ഇരുന്നതിന് താങ്ക് യു. ആക്ച്വലി സെയിം ടു യു. ഓൾ ദി ബെസ്റ്റ്. റൈറ്റ് സേഫ്. ഓൾ ദി ബെസ്റ്റ് നിങ്ങൾക്ക് രണ്ടുപേർക്ക്. എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയി ഡിഫറെൻ്റ് ആയിട്ട് എഴുതുക. ബോറിംഗ് ആയിട്ടൊന്നും എഴുതല്ലേ. ഓക്കെ, ബൈ. ബൈ. ബാഗിൽ പൈസ വെച്ചിട്ടുണ്ടേ. ആ ഓക്കെ സാർ. ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ മറന്നില്ലല്ലോ. ആ എടുത്തിട്ടുണ്ട്. സൂക്ഷിക്കണേ മോനെ, കണ്ടതൊന്നും വാങ്ങിക്കഴിക്കരുത്, വയറ് കേടാവൂ. ദേ നോക്ക്, നിന്റെ ഈ പോക്ക് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അവനെവിടെ മഹേഷ്? അവൻ സ്റ്റേഷനിലേക്ക് നേരിട്ട് വരാമെന്നല്ലേ പറഞ്ഞേ? അത് തന്നെ. ആ, വിഷമിക്കണ്ടമ്മേ, I'll be fine. 5 ദിവസത്തേക്കല്ലേ പോകുന്നേ, പോട്ടെ. പോയിട്ട് വരാമെന്ന് പറയടാ.
പോയിട്ട് വരാമേ. മതിയോ? ആടാ ബൈ, സൂക്ഷിച്ചു ശരി ശരി ഓക്കെ ഓക്കെ. കൊള്ളാടാ. വീട്ടിൽ 100 മീറ്റർ പോലും ഇല്ല. നിൽക്കുന്നുണ്ടല്ലേ കള്ളനെ പോലെ. ഒരു വിധത്തിൽ മാനേജ് ചെയ്തറാ. ഡാ വളരെ കഷ്ടപ്പെട്ട ദിവ്യയുടെ 5 ദിവസം പെർമിഷൻ വാങ്ങിച്ചത്. അത് നമുക്ക് അടിച്ചു പൊളിക്കണം കേട്ടോ. എടാ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ അങ്ങനെ ആയിരിക്കണം. നിർത്തടാ, മാറ്. ഡാ, അത് ഇതാ ലീലയില്ലേ ഇത്? അതേടാ, ഇവളിവിടെ എന്താ ചെയ്യുന്നത്? ഹായ്. ഹായ്. നീ പോയില്ലായിരുന്നോ വീട്ടിലേക്കോ? മൈത്രൊന്നും പറഞ്ഞില്ലല്ലോ. ഇത്രയും നേരത്തെ ഈസ് എവറിത്തിങ് ഓക്കെ? യാ, നിന്റെ കൂടെ വരാന്നാ വിചാരിച്ചേ. ഓൺ യുവർ ബൈക്ക് ഡോർ. സോറി, നിന്റെ ഫ്രണ്ട് വരില്ലെന്ന് പറഞ്ഞ പോലെ എനിക്ക് തോന്നിയത്. അവൻ വന്നല്ലേ? നോ പ്രോബ്ലം. ഞാൻ കൊലാപുരയ്ക്ക് പോയിക്കോളാം. 8:30 ട്രെയിൻ. ദാറ്റ് വാസ് എ പ്ലാൻ എനിവേ. സോ ഇറ്റ്സ് ഓക്കെ. നീ പോയിക്കോ. ഐ ഷുവർ. വാട്ട്? എൻ്റെ കൂടെ ബൈക്കിൽ വരുന്നുണ്ടോ? യാ, വൈ നോട്ട്? അത്ര ഈസി ആണെന്ന് കരുതരുത്. പയ്യന്മാർ പോകുന്ന പോലെ ഇരിക്കും. യു ലവ് ടു റഫ് ഇറ്റ് ഔട്ട്. എൻ്റെ റൂൾസ്. എന്നെക്കുറിച്ച് നിനക്ക് കുറച്ചല്ലേ അറിയൂ. നീ ഒരു പെണ്ണ്, ഞാനൊരു പയ്യൻ. ഡീസൻ്റ് ആണ്, എന്നാലും അളിയ ട്രിപ്പിൾസ് അല്ലടാ, ഡബിൾസാ. അത് ചിലപ്പോ അവർ രണ്ടുപേരായിരിക്കുന്ന തോന്നുന്നു. ഇപ്രാവശ്യം നിന്റെ ഫ്രണ്ട് ഉണ്ടല്ലോ, അവൻ്റെ കൂടെ പോയിക്കോ. അവനും ഒരു പയ്യൻ, നീയും ഒരു പയ്യൻ. നന്നായിരിക്കും. അവനതിന് വരുന്നില്ലല്ലോ. അളിയ, നീ വരുന്നുണ്ടോ? ഞാൻ ഓട്ടോ കയറിയിട്ട് 2 ദിവസമായില്ലേ. എപ്പോ വന്നാലും എന്നെ നീ ഒഴിവാക്കുന്ന എനിക്കറിയാം. No, 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 no. It's okay. I just leave. ഐ ടോൾഡ് യു. I'll come next time. I feel really bad for him. അളിയ, നീ ഇതുവരെ പോയില്ലേ? സൂപ്പറടാ. വാടാ, ചായ കുടിച്ചിട്ട് വീട്ടിൽ പോ. ലഗേജ് ഒക്കെ എടുത്തോ? എല്ലാം ഭദ്രമായിട്ടാകത്തോണ്ടാ, ഭദ്രമായിട്ടാകത്തോണ്ട്. അവൻ പോവാന്നോ? Sorry. Feel really bad for him. നിന്റെ പേരെന്താന്ന് പോലും എനിക്കറിയില്ല. എന്താ അറിയില്ലെന്നോ? സത്യമായിട്ടും മൈത്രി ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ നിന്റെ പേരൊന്നും പറഞ്ഞില്ലായിരുന്നു. നിന്നെപ്പറ്റി പറയുമ്പോഴൊക്കെ ഏട്ടനെന്ന് മാത്രമാണ് പറയാറ്. വീട്ടിലും നിന്നെ ആരും പേര് വിളിച്ച് ഞാൻ കേട്ടിട്ടില്ല, അച്ഛൻ വന്നപ്പോൾ പോലും. ചിലപ്പോഴൊക്കെ നിന്റെ പേര് ചോദിക്കണമെന്ന് ഞാനും വിചാരിച്ചിരുന്നതാ, പക്ഷെ പറ്റിയില്ല. സോ അച്ഛനെ സാരമില്ല, അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതിരിക്കട്ടെ. ഇപ്പം എന്താ എൻ്റെ കൂടെ ട്രിപ്പിന് വരാമെന്ന് തീരുമാനിച്ചത്? നീ പറയുന്ന മറുപടി കേട്ടിട്ട് വേണം എൻ്റെ ബൈക്ക് നിന്നെയും കൂട്ടി പുറപ്പെടാൻ. ഇനി നീ ഇല്ലെങ്കിലും ഞാൻ പോകും. ഞാൻ പറയാം, നീ വണ്ടി എടുക്ക്. ഞാൻ ഇതുവരെ ബൈക്കിൽ പോയിട്ടില്ല, ഒന്ന് കയറിയിട്ട് പോലുമില്ല. ഇതാ ഫസ്റ്റ് ടൈം. ഐ ഓൾവേസ് വാണ്ടഡ് ടു. നീ അന്ന് എന്നോട് പറഞ്ഞില്ലേ, വിൻഡ് ഓൺ മൈ ഫേസ്, അത് വേണമെന്ന് തോന്നി. നിന്നെ കണ്ട ഒരു നല്ലവനായിട്ടാ തോന്നുന്നത്. ഇനി എന്തെങ്കിലും കംപ്ലൈൻസ് ഉണ്ടെങ്കിൽ തന്നെ പറയാൻ മൈത്രി ഇല്ലല്ലോ കൂടെ. നീ പറഞ്ഞപ്പോൾ തൊട്ട് ഞാൻ ഒരുപാട് ആലോചിച്ചു. ഇപ്പം ഇങ്ങനെ ഒരു റൈഡിന് വരാൻ ശ്രമിച്ചില്ലെങ്കിൽ പിന്നെ എനിക്ക് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടില്ല. അതൊക്കെ തന്നെ. ദാറ്റ്സ് ഇറ്റ്. You okay? Yeah. സോ ഇപ്പൊ എന്താ പ്ലാൻ? എങ്ങോട്ടാ പോകുന്നത്? ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണോ അതോ എവിടെയെങ്കിലും സ്റ്റോപ്പ് ഉണ്ടോ? നിന്റെ പേരെന്താ? പറ, ടെൽ മീ. ആദ്യം കന്യാകുമാരി, വയ സേലം, പാലക്കാട്, ട്രിവാൻഡ്രം. ബാക്കിയൊക്കെ നീ ഇപ്പൊ കൂടെ വരുന്നതുകൊണ്ട് കുറച്ചൊക്കെ മാറ്റം ഉണ്ടാവും. എവിടെയെങ്കിലും നിർത്തണമെങ്കിൽ പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ വിശക്കുന്നത് വരെ, അല്ലെങ്കിൽ ഇരുട്ടുന്നത് വരെ വണ്ടി ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. ഒരിടത്തും നിർത്തില്ല. നോ പ്രോബ്ലം, പോയിക്കൊണ്ടേയിരിക്കും. വെള്ളം വേണോ? മാംഗോ ജ്യൂസ്? ആ, എനിക്കിഷ്ടമല്ല. ബിസ്ക്കറ്റ്സ്? നൂഡിൽസ്? അയ്യോ, കേക്ക്? ചോക്ലേറ്റ് കേക്ക്? കയ്യിലൊരു മിനി ഫുഡ് കോർട്ട് കരുതിയ പോലെ തോന്നുന്നുണ്ടല്ലോ. എപ്പോഴും ഇങ്ങനെ കഴിച്ചോണ്ടേ ഇരിക്കോ? വെരി ഗുഡ്.
2 റൂമല്ലേ? അല്ല, ഒരു റൂം. അങ്ങനെ പറഞ്ഞാൽ അവർ നമ്മളെ തെറ്റിദ്ധരിക്കില്ലേ? ഒരു റൂമെന്ന് ഞാൻ പറഞ്ഞാൽ നീ എന്നെ തെറ്റിദ്ധരിക്കുമെന്നാ വിചാരിച്ചത്. നോ, ഞാനാ മഹേഷ്. അങ്ങനെ വിചാരിച്ചാൽ മതി. ആ എക്സ്പീരിയൻസിന് വേണ്ടിയാ വന്നത്. പയ്യന്മാരുടെ കൂടെ കറങ്ങണം, പയ്യന്മാരെ പോലെ ഇരിക്കണമെന്ന്. അങ്ങനെയാണോ? എന്നാ വാളിയാ. ചുമ്മാ തമാശ പറഞ്ഞാൽ പേടിക്കൊന്നും വേണ്ട. സിംഗിൾ റൂം, ഡബിൾ ഓക്കുപ്പൻസി, ട്വിൻ ബെഡ്സ്, ഷോ. തനിച്ചുള്ള ബെഡ്. ശരി സർ. യുവർ നെയിം സർ? ഇത് ഐ ഡി. താങ്ക് യു. സൂപ്പർ പേരാ സർ. അതറിയാം. സർ സൈൻ പ്ലീസ്. ഇതാ സർ. താങ്ക്സ്. വെൽക്കം ടു 5-star ഹോട്ടൽ. ദൈവമേ. ലീല, നീ പോ. ഐ ജസ്റ്റ് വെയിറ്റ് ഔട്ട്സൈഡ്. ഇതുവരെ ഒന്നും കഴിച്ചില്ലല്ലോ. നന്നായിട്ട് കഴിക്കാം. ഹലോ മാഡം. ലീല. ഏ ലീല. ഗുഡ് മോർണിംഗ്. 4:30 ആയി. വി ഹാവ് ടു ഗോ ടു സീ ദ സൺറൈസ്. മിനിയാന്ന് ഞാൻ അച്ഛനോട് സംസാരിച്ചപ്പോൾ ഞാൻ നിന്റെ വീട്ടിൽ തന്നെ ഉള്ളത് 2 ദിവസം കഴിഞ്ഞിട്ടേ വരൂന്ന് പറഞ്ഞു. നമ്മളൊന്നിച്ച് ഈ ട്രിപ്പ് പോകുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല, മനസ്സിലായില്ലേ? വീടിൻ്റെ അടുത്ത് എവിടെയെങ്കിലും എന്നെ ഇറക്കി വിട്ടാൽ മതി. ഒരു 3 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും വീടെത്തും. ഓക്കെ. ഞാനും വീട്ടിൽ നീ കൂടെ ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല. അതെന്താ? അറിയില്ല, പറയണമെന്ന് തോന്നിയില്ല. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ തെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ. തെറ്റോ? ആ, പക്ഷെ ഞാൻ പറഞ്ഞ അവരെന്നെ വിശ്വസിക്കില്ലല്ലോ. ഉറപ്പായിട്ടും തെറ്റിദ്ധരിക്കുകയുള്ളൂ. തെറ്റൊന്നും ചെയ്യാതെ തെറ്റിദ്ധരിക്കപ്പെടുകയാണെങ്കിൽ തെറ്റല്ലേ അത്? നിന്റെ നമ്പർ പറഞ്ഞു. ആക്ച്വലി നിന്റെ നമ്പർ ചോദിക്കണമെന്ന് വിചാരിച്ചതാ. ഇവൻ ആരോന്ന് സേവ് ചെയ്തേക്കാം. നീ പേര് പറയുന്നില്ലല്ലോ. പോരെ. ഞാൻ മരിച്ചാൽ മാത്രമേ വീട്ടിൽ പറയാവൂ. ഒരു കാര്യം ഞാൻ പറയാതെ മരിച്ചു പോയാ എനിക്ക് താങ്ങാൻ പറ്റില്ല. അതിനേക്കാളും നല്ലത് ചാവുന്നതാ. ഐ ലവ് യു. നിന്നെ ആദ്യം കണ്ടപ്പോ തന്നെ ആക്സിഡന്റ് ആയപ്പോ മരിച്ചു പോകുന്ന പേടിച്ച് നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു പോയി. അതിനേക്കാളും പേടി തോന്നിയത് ഹോസ്പിറ്റലിൽ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ നിന്നെ കൂടെ കാണാത്തതാ. നീയല്ലേ ഹോസ്പിറ്റലിൽ വന്ന് എന്നെ അഡ്മിറ്റ് ചെയ്ത് എൻ്റെ പേര് മഹേഷ് എന്ന രജിസ്റ്ററിൽ എഴുതിയത്. പക്ഷെ അതിനുശേഷം നീ കൂടെയില്ല. ഇല്ലല്ലോ. നിനക്ക് എന്ത് പറ്റിയെന്ന് ആലോചിച്ച് ഞാൻ ഒരുപാട് പേടിച്ചുപോയി. ഹലോ. ഹലോ. എടാ, നിന്റെ ഫോണിന് എന്ത് പറ്റി? ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചോന്നറിയോ? ഇത് ഏതാ നമ്പർ? നീ എവിടുന്നാ എൻ്റെ വിളിക്കുന്നത്? ഫോണ് കളഞ്ഞു പോയി. അതുകൊണ്ടാണ് നിനക്ക് വിളിക്കാൻ പറ്റാഞ്ഞത്. കുഴപ്പമൊന്നുമില്ലല്ലോ? ഞാൻ സുഖമായിട്ടിരിക്കുക. ഇവിടെ സൺറൈസ് ഒക്കെ നന്നായിട്ട് കണ്ടു. ഒരു 2-3 ഡേയ്സിൽ എന്തായാലും അങ്ങോട്ട് വരും. വീട്ടിലെ അമ്മയുടെ കാര്യം മാത്രം ഒന്ന് എടാ, ഒരു ശ്രദ്ധിച്ചു. മിനിറ്റ്, ഞാൻ അമ്മയ്ക്ക് കൊടുക്കാം. വേണ്ട, ഫോൺ ശരിയായ ഞാൻ തന്നെ വിളിച്ചോളാം അമ്മേ. ശരി, നീ എപ്പോഴാ തിരിച്ചു വരുന്നേ? ഞാൻ വരാന്ന് പറഞ്ഞില്ലേ, 2 ഡേയ്സിൽ വരാം. I'll be all ഞാൻ right. എന്താ പറയണ്ടേ? അമ്മ നിന്നെ അന്വേഷിച്ചോണ്ടേ Okay. ഇരിക്കുക. ശരി വരാം. ബൈക്കിലല്ലേ നീ പോയത്? എടാ, ഞാനൊരു കാര്യം
ഭയ്യ, ഈസ് ദിസ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ? ഈ ഹോസ്പിറ്റലിൽ നിന്റെ മുറിയും കണ്ടുപിടിക്കാൻ 2 മണിക്കൂർ എടുത്തു. കാരണം ഹിന്ദിയാടാ. വേദനിക്കുന്നടാ. ഞാനായിരുന്നു നിന്റെ സ്ഥാനത്തെങ്കിലേ എപ്പോഴേ പോയിട്ടുണ്ടാവുമായിരുന്നു. ദൈവം ഉണ്ടെന്നുള്ളത് സത്യമാടാ. ബൈക്ക് ടോട്ടൽ ലോസായെന്നാ തോന്നുന്നത്. എൻ്റെ ഫസ്റ്റ് റൈഡ് അളിയാ. ഒരു ചെറിയ സ്ക്രാച്ച് പോലും വരാതെ സൂക്ഷിച്ചാ ഞാൻ. ഇനി ബൈക്കില്ലാന്ന് വിചാരിക്കുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല അളിയാ. ആ ട്രക്കുകാരൻ ഹിറ്റ് ആൻഡ് റൺ ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇടിച്ച് വീഴ്ത്തിയിട്ട് എസ്കേപ്പായി. എൻ്റെ കൈ കിട്ടിയാലുണ്ടല്ലോ. ഇപ്പം അവളുമില്ല. എവിടെ പോയെന്ന് ഒരു വിവരവും ഇല്ല. ഇവിടെ ആർക്കും അറിയില്ല. ആരോട് ചോദിക്കണമെന്നും അറിയില്ല. ഏയ്, ഹലോ, ഞാൻ ലീലയാ. ഏയ്, എവിടെയാ ഉള്ളത്? ഞാൻ പറയാം. നിനക്കിപ്പോൾ എങ്ങനെയുണ്ട്? ഐ എം ഫൈൻ. കുഴപ്പമില്ല. 3 ദിവസമായിട്ട് സംസാരിക്കാൻ പറ്റിയില്ല. ഇന്നലെ ഞാൻ ഹോസ്പിറ്റലിൽ കോൾ ചെയ്ത് നിന്നെ പറ്റി ചോദിച്ചിരുന്നു. നിനക്കൊന്നുമില്ല, ചെറിയ മുറിവാന്ന് പറഞ്ഞു. താങ്ക് ഗോഡ്. എനിക്ക് നിന്റെ കൂടെ അവിടെ നിൽക്കാൻ പറ്റിയില്ല. ഐ എം റിയലി സോറി. അവിടെ നിന്ന് പോരേണ്ട ഒരു സിറ്റുവേഷൻ. എൻ്റെ അച്ഛനെ കുറച്ചു പേര് ചേർന്ന് വെട്ടി, അമ്മയും വെട്ടി. അമ്മ ഹോസ്പിറ്റലുള്ളത്. ഞാൻ അമ്മയുടെ കൂടെ ഉണ്ട്. രക്ഷപ്പെടുന്ന കാര്യം സംശയമാണ് ഡോക്ടേഴ്സ് പറയുന്നത്. അമ്മയെ അവർ കൊല്ലാൻ നോക്കിയത്. കഷ്ടിച്ച രക്ഷപ്പെട്ട് ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലിൽ ഒളിച്ച് താമസിക്കാം. നമ്മളെ അടിച്ച ട്രക്കില്ലേ, അതും എന്നെ കൊല്ലാൻ വേണ്ടി അവരയച്ചത്, അല്ലാതെ ആക്സിഡന്റ് അല്ല. നീ എന്താ പറയുന്നത്? എനിക്ക് ഞാൻ ഹോസ്പിറ്റൽ അഡ്മിഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോഴും അച്ഛൻ എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞത് ഹി വാസ് പാനിക്കിങ്. അപ്പോഴും ആൾക്കാർ അച്ഛനെ വെട്ടുന്നുണ്ടായിരുന്നു. ഞാൻ കേട്ടു അത്. എല്ലാം 1 സെക്കൻഡിൽ തകിടം മറിഞ്ഞു. നീ അവിടെ നിൽക്കണ്ട, വീട്ടിലേക്ക് പോ, ഞാൻ വിളിച്ചോളാം നിന്നെ. ആരോ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു എന്ന് അവള് പറഞ്ഞ സ്ഥിതിക്ക് അപ്പൊ പ്ലാൻ ചെയ്ത് തന്നെ എൻ്റെ ബൈക്കിനടിച്ചതാ ആ ലോറിക്കാരൻ. എന്തിനാ ചെയ്തതെന്ന് അവള് പറഞ്ഞില്ലേ? അറിയില്ലെന്നാ പറഞ്ഞത്. ഒന്നും തുറന്നു പറയുന്നില്ല. എന്താ ഇത്? ഭയങ്കരം തന്നെ. ഇപ്പം ഇതെല്ലാം അറിഞ്ഞിട്ട് വീണ്ടും അവളെ അന്വേഷിച്ചു പോവാ അവളോട് കഴിയാൻ? എന്തിന്? ഞാനൊരു തെറ്റ് ചെയ്തു. എന്ത്? വണ്ടി ഇടിച്ച് റോഡിൽ കിടന്നിരുന്നില്ല. അപ്പോൾ ഐ ലവ് യു ലീല എന്ന് ഞാൻ അവളോട് പറഞ്ഞു. അറിയാതെ അങ്ങ് പറഞ്ഞുപോയി. അപ്പോൾ ആ സമയത്ത് എൻ്റെ മരണം ഞാൻ കൺമുന്നിൽ കണ്ടുപോയി. അതുകൊണ്ട് പറഞ്ഞതാ. അമ്മയോട് ഫോൺ ചെയ്ത് സംസാരിക്കണം, അച്ഛനോട് ഗുഡ് ബൈ പറയണം. എന്നോടൊന്നും സംസാരിക്കാൻ എല്ലാം തോന്നില്ല. തോന്നി. ഒരുമാതിരി ഫ്ലാഷ് പോലെ വന്നതാ. പക്ഷെ ഏറ്റവും പ്രധാനം ലവ് ആണെന്ന് തോന്നി. നിനക്ക് അങ്ങനെ തോന്നും. നമ്മൾ പോകുന്നു, അവളുടെ കൂടെ നിൽക്കുന്നു. എന്ത് വന്നാലും നമ്മൾ അവിടെ ഉണ്ടാവണം. അവളുടെ അച്ഛൻ്റെ പേരെന്നടാ? റാം എന്നല്ലേ? सीधा जाकर दाया आणि दूसरं मधल्यावर. സെക്കൻഡ് ഫ്ലോർ. ശരിക്കൊരു മറുപടി വരും പറയാനുള്ളൂ. എക്സ്ക്യൂസ് മീ सर यहाँ पर कोई कैमरा काम नहीं कर रहा है सर. ഇവനൊന്നും പറയത്തില്ല. വാ നമുക്ക് പോവാം. എന്താളിയാ ഇവിടെ ആരും കാണുന്നില്ലല്ലോ? എവിടെയിരിക്കും? ഏയ് ലീല, ഇതെന്റെ ഫ്രണ്ട്. നിങ്ങളപ്പുറത്ത് പോയിക്കോ. കരയാതെ. അച്ഛനിപ്പോ എങ്ങനെയുണ്ട്? രക്ഷപ്പെടുന്നത് സംശയമാണെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വെന്റിലേറ്ററിൽ എപ്പോഴും 10 സ്ഥലത്താണ് വെട്ടി കിട്ടിയത്. അമ്മയോ? അമ്മയ്ക്ക് തലയ്ക്കാ മുറിവ്. താഴെ വീണതാ. അവിടെ അവർ പിന്നെയും വെട്ടി. പക്ഷെ അത്ര സീരിയസ് അല്ല. അകത്തുണ്ട്. എന്താ സംഭവിച്ചത്? ആരാ അവരൊക്കെ? ആരാ എന്താ ഏതാന്നൊന്നും എനിക്കറിയില്ല. ആർക്കും ഒന്നും അറിയില്ല. എന്തിനാ നീ ഇങ്ങോട്ട് വന്നത്? നിന്നോട് വീട്ടിൽ പോകാൻ പറഞ്ഞതല്ലേ? നിനക്ക് നിറയെ മുറിവുണ്ടല്ലോ. ഇറ്റ്സ് ഓക്കേ, ഐ ആം ഫൈൻ. അല്ല, ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് വിചാരിച്ചതേയില്ല.
എപ്പോൾ എന്ത് വേണമെങ്കിലും നടക്കാം. ഹോസ്പിറ്റലിൽ വെച്ചാണ് എൻ്റെ ജീവിതം ഒരു വയലൻ്റ് ആക്ഷൻ സ്റ്റോറി ആയിട്ട് മാറിയത്. ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അത് നമ്മളെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതിനു വേണ്ടിയുള്ള ധൈര്യം നമ്മുടെ പക്കലുണ്ടെന്നുള്ളൊരു കോൺഫിഡൻസ്. ആ കോൺഫിഡൻസ് ജീവിതത്തിൽ വളരെ പ്രധാനമാണ്. അന്ന് ആ കോൺഫിഡൻസിന് ആക്കം കൂട്ടുന്നത് പോലെ ഒരു ഫൈനൽ എക്സാം സിറ്റുവേഷൻ എല്ലാത്തിനും അവിടെ തുടക്കം കുറിക്കുകയായിരുന്നു. रामन की बेटी हॉस्पिटल लेके क्या है? इतनी भीड़ क्यों है इधर? चलो എടാ ഞാൻ കുറെ ഓടി നോക്കി, പിടിക്കാൻ പറ്റില്ല. ഓടിപ്പോയി രണ്ടുപേരും. ആരാ ഇവരൊക്കെ? ഇത്ര ധൈര്യമായിട്ട് ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നല്ലോ. നീ ഇവിടെ നിൽക്കാൻ പാടില്ല. നമ്മൾ ആരും ഇവിടെ നിൽക്കരുത്. അളിയ ഓക്കെ അല്ലേ? ഒന്നും ശരിയല്ല അളിയ. അതളിയാ പോവാം നമുക്ക്. ഐ എം ഫൈൻ, ഓൾ റൈറ്റ്. ആദ്യം കത്തി എടുക്ക. കത്തി. യു കീപ് ദിസ്. ഇഫ് ദേ കം ബാക്ക് യു യൂസ് ദിസ്. നീ വാ, നമുക്ക് പോവാം. എങ്ങോട്ട് അളിയാ പോണ്ടേ? താഴെ പോവാം. യു ബി ഹിയർ പ്ലീസ്. എക്സ്ക്യൂസ് മീ, what is happening here? You didn't see them? Some guys attacked us. വലിയ കത്തിയമാർ കൊണ്ടുവന്നത്. They had a big knife. Can you please call the police, please? Please. Where's the police station here? इकडून 40 Hello. Is there any other entrance to this hospital? हाँ सर, पीछे से एक एंट्रेंस है. അളിയ പോലീസുകാരാടാ. മനസ്സിലായി. നീ വാ. काय प्रॉब्लम है? लफड़ा क्या है? Sir, her father, Mr. Raman, he is admitted upstairs. He was attacked 3 days ago. Now 2 guys tried to kill her. We need some policemen here. Should we put in a request? वीक नो अंडरस्टैंड. आज स्टेशन ला जाऊन कंप्लेन करने का, लिखने का, देने का. हाँ, पुलिस प्रोटेक्शन पाहिजे ऐसा बोलने का ना. ए, who you? I'm her friend, sir. I studied with her. Who she? She's Leela, Mr. Raman's daughter. काय नाव है? Chennai, sir. तुम्हारा नाम चिन्नई है? चिन्नई? So my name is not Chennai. I am from Chennai, Tamil Nadu. अभी कौन आया था? क्या हुआ? त्यानं इतका मला की ते घाबरून बोलाले. मारला का? ओ मारना नहीं था, पुलिस को फोन करने का था. अपन ताबड़तोब आता. Montam, he was swinging the knife. At the time you want to call you and request him to put the knife down. By the time you come, they would have killed her. We are all would have been dead. Manslayo, they had a knife. The weapon is still upstairs, sir. They ran away. We are all afraid. Can you provide some security? तू है ना बेटा, उनको सब कुछ करने का, देखने का, सुरक्षा कवच बनने का, नैपी पहनाने का, सब कुछ करने का. You hear? Police go. Run ना. Sir, I don't expect a police officer talk like this. And I don't know why you are behaving like this. Even on a serial aliya. तांबे, जा भाग. जी सर. तेरे को नहीं, वो कामत को बुला. सर. Sir, they're calling you. Kamath. Poda, motte. हाला बुला दो सर. അളിയ അവനാണ് ശരിയല്ല കേട്ടോ. നീ ഇപ്പൊ ദേഷ്യത്തിലാണ് സംസാരിച്ചത്. അത് ചിലപ്പോ പ്രശ്നമാവും. അളിയ ഇവരളിയാ മേളി വന്നത്. അറിയാം. അവരോടല്ല സംസാരിച്ചിട്ട് പോരുന്നത്. I understand now, sir. तुला काय समजलं? हाँ? ओ चल मेरे साथ, चल.
जोपा 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 माई जोपा सर यही सब हथियार यहाँ से मिला सर। बराबर हम आ गए, अपन सब हैंडल कर लेगा। यहाँ पर अपन को तमाशा नहीं चाहिए कोई। तुम इस सगड़े निगा चल 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 निगा निगा। എൻ്റെ അച്ഛനും അമ്മ ഇവിടെ ഉള്ളത്, അതുകൊണ്ട് എനിക്ക് ഇവിടെ നിന്നേ പറ്റൂ. മറ്റുള്ളവർ വേണമെങ്കിൽ പറ്റോട്ടെ. Just the two of us, sir. We'll be here. बग बेटा, तुझ बोला ना 2 लोग आए थे कि थे बगुन समझ ल, पर तेरे को यहाँ रुकने का नहीं, जाने का। गो No, sir. She wants to be here with her father and mother. We'll be just here somewhere. We won't disturb you. इकडे एक अटेंडेंट ला परमिशन आहे. उस लड़की की आई ठीक है ना, अपने हस्बैंड का अटेंडेंट बन सकती है। अब मुलगी भी यहाँ रहना चाहती है, उसके पीछे पीछे तू है, तेरे पीछे पीछे तेरा दोस्त है तमाजी सटकली किलिन जिद पो। This doesn't look like a hospital that follows such rules. यहाँ हॉस्पिटल का रूल नहीं चलता, यहाँ पुन का रूल चलता है। ഇല്ല സർ, ഞാൻ എങ്ങോട്ടും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവനിട്ട് 2 എണ്ണം കൊടുത്താലോ എന്ന് വിചാരിക്കുക. बोला निगन भाई कला काय बोला चेन्नई में मुझको गाली देगा। हरामजादा किसको बोला? साले हट यहाँ से। यहाँ तेरी हेल्प करने आया है। I have fixed it for now. It's going to bleed for some more time. You need to rest. It's fine. Are you even a doctor? I am a doctor and I'm trying to help. What kind of a hospital is this? Calm down. Do you have any idea what happened to us? Keep moving. You will continue to bleed. You just. I know, I'm fine. അടിയ എന്താടാ ഇതൊക്കെ? അളിയ നീ ടെൻഷൻ അടിക്കണ്ട, മോളി വേറെ പോലീസുകാരുണ്ട്. സർ, एक मिनट प्लीज. പ്ലീസ് പ്ലീസ്. വേറെ ആരും ഇല്ലേ? ഒരു പോലീസ് ഓഫീസർ ഉണ്ട്, ബാക്കി എല്ലാരെയും പറഞ്ഞയച്ചു. ബാക്കിയുള്ളവരെന്ന് വെച്ചാൽ അല്ലളിയ, നിന്നെ അടിച്ചില്ല ഒരുത്തൻ മൊട്ട, അവൻ പോയി. ഇപ്പൊ പുതിയൊരുത്തൻ വന്നിട്ടുണ്ട്. ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ എല്ലാരും പോയി. അവൻ എല്ലാരും ഇവിടുന്ന് പറഞ്ഞയച്ചളിയ. ഇനി പ്രശ്നമൊന്നുമില്ല. നോ നോ അളിയ, ഞാൻ പറയുന്ന കേക്ക്. നിങ്ങൾ ദയവ് ചെയ്ത് രണ്ടുപേരും പുറത്തേക്ക് വരരുത്, ഒരു കാരണവശാലും വരരുത്. सिस्टर तुम्हाला काय पाहिजे? बंद कीजिए दरवाजा। नर्स को अंदर भेज दिया, कैमरा बंद किया। खाना परोसना है क्या? देखो ज्यादा देर मेहमान मत बनो, 5 मिनट में काम तमाम। अपन चलता है। ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളോട് ഒരുപാട് കഥകൾ പറഞ്ഞു കൊടുക്കാനുണ്ടാവും. ഒരു ലോറിയിൽ തട്ടി ബസ്സിൽ വന്നിടിച്ച് താഴെ വീണിട്ടും അച്ഛനൊന്നും പറ്റിയില്ല എന്ന് പറയണം. ഒരു വലിയ കത്തിയുമായിട്ട് വന്ന 2 പേരെ അടിച്ചു വീഴ്ത്തി, എന്നിട്ട് പോലീസുകാരനെ പടിയിൽ നിന്ന് തള്ളിയിട്ടു. അവൻ എന്ത് സംഭവിച്ചെന്നറിയില്ല. അവന്റെ ഗണ്ണെടുത്ത് അവൻ ഷൂട്ട് ചെയ്യേണ്ട 2 പേർ. No, just hold on. It's okay, please. Okay. എന്താണ് ശബ്ദം കേട്ടെ? We'll call. എന്താണ് കാണിച്ചേ? നീ ഇവരെ കൊന്നോ? നീ പറയളിയാ, നീ എന്തിനാണോ കൊന്നേ? പറയണേ, എന്തിനാ? എന്ത് പറ്റി? അളിയ, ഇവന്മാരെയൊക്കെ കൊല്ലാതെ പിന്നെ എന്ത് ചെയ്യണമെന്ന് നീ പറയുന്നത്? അത് നീ എന്തിനാ? നീ കണ്ടില്ലേ അവളുടെ അച്ഛന്റെ അമ്മയുടെ അവസ്ഥ? ഞാനും ചാവേണ്ടതായിരുന്നു. ഓക്കെ ആണോ നിനക്ക്? നിന്റെ ഭാഗത്താണ് തെറ്റ്. നീ എന്തിനാ മേളിലേക്ക്? പിന്നെ എന്ത് ചെയ്യണമായിരുന്നു? ലീല എവിടെ? അവിടെ താഴത്ത് സേഫ് സേഫ് അല്ലേ? പോയേ പറ്റൂ, അത്രേ ഉള്ളൂ. ആംബുലൻസ് ഉണ്ടല്ലോ. അമ്മ,
അയ്യോക്കെ അമ്മ. അളിയെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ച് കുഴപ്പം കിട്ടോ? എന്താ നിന്റെ ഐഡിയ എന്നൊന്ന് പറ. സത്യമായിട്ടും അറിയില്ലടാ. നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ജീവൻ അപകടത്തിലാവുമായിരുന്നു. വന്നോണ്ടിരിക്കടാ അവര്. പോരാത്തതിന് പോലീസുകാരും. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഒരുത്തം കൂടെ ഇല്ലടാ നല്ലവനായിട്ട്. ഉണ്ടാവൂടാ, നമുക്ക് ഇവരെ വീട്ടിലേക്ക് കൊണ്ടുപോളിയാ. വീട്ടിൽ വിളിച്ചോണ്ട് പോയി ഇതേ സിറ്റുവേഷൻ തന്നെയല്ലേ അവിടെയും. വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. ഇവിടെ അടുത്ത ഏത് ഹോസ്പിറ്റലുള്ളത് നോക്ക്, എന്നിട്ട് ഫോൺ എടുക്ക്, എന്നിട്ട് സെർച്ച് ചെയ്ത് നോക്ക്. നിക്കളിയാ നോക്കട്ടെ. ഇനി അടുത്തത് കാർവാറോ ബെൽഗാമോ ആണെന്ന് തോന്നുന്നു. ചെക്ക് 1.5 മണിക്കൂർ എടുക്കുമെന്ന് തോന്നുന്നു. നമുക്ക് ഏതെങ്കിലും ഒരു വലിയ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം. അവിടെ ചെന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ തുറന്ന് പറയാം നമുക്ക്. അവർ നമ്മളെ ഉറപ്പായിട്ട് ഹെൽപ്പ് ചെയ്യാളിയാ. പോലീസിന്റെ സഹായത്തോടെ ഇവരെ വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യണം. അതുവരെ ഇവരെ നമ്മൾ ശ്രദ്ധിക്കണം. പോലീസ് സ്റ്റേഷനിൽ പോകണം നമുക്ക്. അടി രണ്ടുപേരെ ഷൂട്ട് ചെയ്തിരിക്കുക, കൊന്നിരിക്കുക. നീ എന്താ പറയാൻ പോകുന്നവരോട്? എങ്ങനെ അവരെ പറഞ്ഞ് മനസ്സിലാക്കൂടാ? മനസ്സിലാക്കി കൊടുക്കണോടാ പ്ലീസ്. अब घर तक जाने के लिए गाड़ी मांग रहा है. घरापर्यंत सोडिंग. अब कार बार वीरवार जाने के लिए 4 घंटा लगता है. എടാ ഞാൻ പറഞ്ഞില്ലേ വീട്ടിലേക്ക് പോകുന്നു, നീ അത് കേട്ടില്ല. അളിയാ, ഇയാളില്ലെങ്കിലും കുഴപ്പമില്ല, ഇറങ്ങാൻ പറയാം, നമുക്ക് പോകാം. ഒരു പ്രശ്നമില്ല. നിർത്തണ്ട, വേഗം പോ. അളിയ, നീ എപ്പോഴാ വണ്ടി ഓടിക്കാൻ പഠിച്ചത്? എങ്ങനെയോ മാനേജ് ചെയ്യുന്നതാ അറിയില്ല. അളിയ പോ, അളിയ പോ, അളിയ. എല്ലാത്തിനും പിടിച്ച് പുറത്തിടാ. ഒന്നുമില്ല. അറിയില്ല, അറിയില്ല. ഇറങ്ങടാ. വാടാ, വാ വാ, ഇറങ്ങ. അപ്പൊ നീയായിരുന്നു അല്ലേ? എല്ലാരും പിടിച്ച് പുറത്തിറക്ക, എല്ലാരും. അളിയ വേദനിക്കുന്നളിയ. അളിയ. ഓ, അപ്പൊ അയാൾ ആംബുലൻസിലുണ്ടല്ലേ? എല്ലാരും മുട്ടൂത്ത്, മുട്ടൂത്താൻ എന്നോട് കൂടെ പറഞ്ഞു. ഏയ് ഇരിക്കടാ, ഇരിക്കേ. ശരി ശരി, ഇരിക്കേ. നീയാണല്ലേ ലീല, നിന്നെ തീർക്കാനാ വന്നത്. അതിനിടയ്ക്ക് ഇവര് കയറി വന്നു, കുറച്ച് മിസ്സായി പോയി. ഒരൊറ്റ പേടി അങ്ങോട്ട് വെക്കട്ടെ, വേണ്ടല്ലേ? വണ്ടിക്കകത്ത് ഒരുത്തം കിടക്കുന്നില്ലേ? റിമൂവ് കണക്ഷൻ, എവരിതിങ്. നിന്റെ ആരെങ്കിലും ആണോ? നീ വലിയ ഹീറോ? ഹോസ്പിറ്റലിൽ വെച്ച് എല്ലാരെയും കൊന്നത് നീയല്ലേ? അപ്പൊ നിന്നെ തന്നെ ആദ്യം തീർക്കട്ടെ. പറയടാ, തീർക്കട്ടെ, തീർക്കട്ടെ. എല്ലാം വിടുവിച്ചില്ലേ? ഓക്കോ, ഇനി നമ്മൾ തമ്മിൽ ഒരു ബന്ധമില്ല. നീ ഞങ്ങളെ കണ്ടിട്ടേ ഇല്ല. ഓടിപ്പോടി. പറയുന്നൊന്ന് കേക്ക് സർ. എന്തിനാടാ നഴ്സിനെ കൊന്നത്? പാവല്ലായിരുന്നു. നിനക്ക് മനസ്സിലായില്ലേ? കൊള്ളാവുന്ന ഏതെങ്കിലും പോലീസുകാരെ വരുന്നെങ്കിൽ ഡൗട്ട് ഉണ്ടാവാൻ പാടില്ല. ഇതില് നിന്റെ കൈരേഖ പതിയുന്നത് വരെ അമർത്തി പിടിക്കും. ഇതില് ലൈറ്റായിട്ടൊന്ന് പിടിച്ചാൽ മതി. ഇപ്പൊ എല്ലാവരും നീയാ കൊല്ലാൻ പോകുന്നു. ഇവനെ, ഇവളെ, ഇവളുടെ അമ്മയെ, അച്ഛനെ, എല്ലാവരെയും. മനസ്സിലായ? പ്ലീസ്. അവസാനം നീ സ്വയം അങ്ങ് തീർത്തു. എന്താടാ? പിടിക്കടാ, പിടിക്കടാ. ഞാനല്ലേ പറയുന്നത്, പിടിക്കേ. എല്ലാവരും രക്ഷിക്കാൻ വേണ്ടി ഹീറോ ആയിട്ട് വന്നതല്ലേ? നിന്നെ കൊണ്ടാവുന്ന പോലെ ചെയ്യ്, ബാക്കി ഹെൽപ്പ് ചെയ്യാം. ഗണ്ണ് എന്റെ കയ്യിൽ തന്നെ ഉണ്ട്, നീ ഒന്ന് പിടിച്ചാ മതി. നല്ലത് ഇങ്ങനെ ശരിയാവാ. എന്താ?
എന്താന്ന്? എനിക്ക് ഈ തോക്ക് വേണ്ട. പിടിക്കണം. എനിക്ക് ഈ തോക്ക് വേണ്ട. തോക്കുണ്ട്. കേക്കില്ലേ? ഇപ്പൊ വേണം. ഒന്ന് വാങ്ങിച്ചോ. ഓടാ ഇവിടുന്ന്. ഓടാ. ആരെങ്കിലും ഉണ്ടെങ്കിൽ വേണം. ആരെങ്കിലും ഉണ്ടെങ്കിൽ വരാം. നീയാടാ എല്ലാരും രക്ഷിച്ചത്. ഇനിയും വരുവാടാ. പോയി വണ്ടി കയറ്. Is she all right? അമ്മ ഇഷുക്കെ മരിച്ചു വേടാ. പോയി നോക്കുന്നോ? വേണ്ട. അളി എന്താ ചെയ്യാൻ പോന്നെ? ഒന്നും ഉണ്ടായിരിക്കേ. അച്ഛനിപ്പോ എങ്ങനുണ്ട്? അറിയില്ല, ഇവരൊന്നും ഡിസ്കണക്ട് ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ ഉള്ളത്. അവരെത്ര പേരുണ്ടായിരുന്നടാ? 5 പേരുണ്ടാന്നറിയാ. അവരിവിടെ എങ്ങനെ ഉണ്ടാവും? നമുക്ക് പോവാം. അതാ നല്ലത്. എവിടെയെങ്കിലും പോയി ഹൈഡ് ചെയ്യാം നമുക്ക്. ഈ ആംബുലൻസിൽ തന്നെ പോകാം. ലെറ്റ്സ് ഗോ. ഒരു സ്ഥലമുണ്ട്. അറിയുന്ന ആളാ, ഡോക്ടറാണ്, ഫാമിലി ഫ്രണ്ടാ. ഡോക്ടർ യശ്വന്ത് പ്ലേസ്. നമുക്ക് അങ്ങോട്ട് പോവാം. ഞാനൊന്ന് വിളിച്ചു ചോദിച്ചോട്ടെ. ഫോൺ ചെയ്യ, പെട്ടെന്ന് ഫോൺ ചെയ്യ. अंकल एनीटो हो मी तर उठावले येत आहेत. लीला अगं काय झालं अचानक? somebody attack you again? Oh my god. Atul, wheelchair, luggage. Don't worry. How can this happen? Oh god. ഇനിയിപ്പോ എന്താണോ നടക്കുക? വാളിയെ ഹെൽപ്പ് ചെയ്യാം. വാ Atul! Amma, don't worry. He'll be fine. She is badly wounded, Leela. ചെരുപ്പില്ലാത്തോണ്ട് കാലൊക്കെ കല്ല് കയറി ഭയങ്കരമായിട്ട് വേദനിക്കുന്നടാ. That's all I can do for now. I have treated them. The nurse is still critical. Your father is also very, very critical, you know. We have to just shift him somewhere for better care. Otherwise, I don't think he will last much longer here. It's better we get the police involved in this. No, doctor. It's not possible at all. Please. It's already a police officer We involved. must inform the police. No, doctor. That will become a big problem. I know your concerns. But see, whatever you are done in your self-defense. They will understand, don't worry. Come on. There are some good police officers. I have some good people in police department whom I know. I will talk to them. ASP Devamshu, he's there. അളിയ, പോലീസ് വേണ്ടളിയാ. ഇവരെയൊന്നും കണ്ടിട്ട് എനിക്ക് പോലീസായിട്ട് തോന്നുന്നില്ല അളിയ. അവരെ വിശ്വസിച്ചാ നമുക്ക് ആപത്താ. അത് മാത്രമല്ല, നീ 2-3 പേരെ കൊല്ലുകയും ചെയ്തു. അവൻ നിന്നെ ഷൂട്ട് ചെയ്യാൻ നോക്കിയതാ, നീ കണ്ടില്ലേ? നമുക്ക് അച്ഛനെ വിളിച്ച് കാര്യം പറഞ്ഞാലോ? അതെയോ? എന്താ നമ്മൾ അവരോട് പറയാ? അതും ഫോണിൽ എങ്ങനെ മനസ്സിലാക്കിക്കും? ഞാൻ ലീലയുടെ കൂടെ ഉള്ളത് അവർക്കറിയില്ലല്ലോ. കളിച്ച് ചിരിച്ച് സന്തോഷത്തോടെ ജീവിതം പൊയ്ക്കൊണ്ടിരുന്നതാ. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് 10 വർഷം താണ്ടി പോയതുപോലെ തോന്നുന്നു. I feel like a man. എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അതൊക്കെ നേരിടാന്നുള്ളൊരു ധൈര്യം ഇപ്പം മനസ്സിലുണ്ട്. നമ്മൾ പോലീസല്ല, റൗഡീസ് അല്ല, ഗാങ്സ്റ്റേഴ്സ് അല്ല. ജീവിതത്തിൽ ഇന്നേ വരെ ഒരു വയലൻസും ഉണ്ടാക്കിയിട്ടില്ല. മൈത്രിക്ക് വേണ്ടി നീ ഒരുത്തനെ അടിച്ചു. അതിന്റെ പേരിൽ ഒരു ചെറിയ വഴക്കുണ്ടായി. അന്ന് അത്രേ ഉള്ളൂ. ഇനി വേറൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ലെന്ന് നമ്മൾ എല്ലാരെയും പോലെ ചിന്തിച്ചു. പക്ഷെ അങ്ങനെയല്ല. ലൈഫിൽ എന്ത് വേണമെങ്കിലും നടക്കാം. അതിന് നമ്മൾ തയ്യാറായിട്ടിരിക്കുകയാണോ എന്നാണ് ചോദ്യം. ഇന്നെൻ്റെ കയ്യിലൊരു തോക്കുണ്ട്. ആക്ച്വലി 2 തോക്കുണ്ട്. 4-5 പേരെ ഷൂട്ട് ചെയ്യുകയും കൊല്ലുകയൊക്കെ ചെയ്ത തോക്കായത്. ഇതൊക്കെ സിനിമയിലേ കണ്ടിട്ടുള്ളൂ. ഇനി എന്തിനാ നമുക്ക് ഈ ഗണ്ണ്? നമ്മളിവിടെ എത്തിയില്ലേ, ഇനി പ്രശ്നമൊന്നുമില്ലല്ലോ. അതെ, ഇനി ഇതിൻ്റെ ആവശ്യമില്ല. പോലീസ് വരുമ്പോൾ നമുക്ക് സറണ്ടർ ചെയ്യാം. ശരിയല്ലേ? ഐ എം റിയലി സോറി. ഇതെല്ലാം ഞാൻ കാരണോ? നീ ഇവിടെ വരാനേ പാടില്ലായിരുന്നു. അങ്ങനെയൊന്നും ചിന്തിക്കാതെ നിന്നെ സഹായിക്കാൻ പറ്റി.
നിന്നെ മീറ്റ് ചെയ്തത് അതിനു വേണ്ടിയിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. നീ എൻ്റെ വീട്ടിൽ വന്നത്, എൻ്റെ കൂടെ റോഡ് ട്രിപ്പിന് വന്നത്, എല്ലാം. ദർ ഇസ് എ റീസൺ ഫോർ എവറിത്തിങ്. ആലോചിച്ച് നോക്ക്. അതിൻ്റെ കൂടെ ലവും. ആക്സിഡന്റ് ആയപ്പോൾ മരിച്ചു പോകുന്ന പേടിച്ച് നിന്നോട് ഞാൻ പലതും പറഞ്ഞു. ടൈമിംഗ് ചിലപ്പോൾ തെറ്റിയിട്ടുണ്ടാവാം, പക്ഷെ മാറ്റർ കറക്റ്റ് മാറ്റർ തന്നെയാണ്. എവിടെയോ നമ്മുടെ റോഡ് ട്രിപ്പിൽ ഇവിടെ കണക്റ്റായി. ഇപ്പോഴും സമയം ശരിയല്ല, പക്ഷെ മാറ്റർ കറക്റ്റായിട്ടുള്ള മാറ്റർ തന്നെയാണ്. ലവ് യു അളിയ, ലവ് യു. നമ്മുടെ സമയം അളിയ. लीला, अगं इथे बसून काय करतेस तू? Come inside. Go easy on yourselves. I will tell the police how you helped the family. By the way, you didn't tell me your name. Dad, I'll just switch on the motor. काय झालं? There's no water on the tap. Just relax. Don't worry. I will do the talking. ഞാൻ പറഞ്ഞല്ലേ, ഇപ്പൊ കണ്ടോ അളിയ? അതേ പോലീസറാ. अताब बस, अब कुछ सुनने का नहीं, सीधा जीप में बैठ जा. पुलिसमैन को मारा, गन भी चुराया, साला तेरे हाथ में. चल जीप में दे बस. और हाँ, गन गिव. Is he one of the good officers you talking about? No. I don't know this guy. I spoke to the control room and asked for ASP देवांशु. ए, मुझे देवांशु ने भेजा है. तुम भेजा मत खाओ. अंकल, बहुत बड़ी प्रॉब्लम में फंस रहा है तू. ये लोग वेरी डर्टी फेलो, बैड फेलो. अब चल, भेजा गाड़ी में खाने का. चल. अब देख मजा. इप्पुडु चूडु. അളിയ, ഇവൻ പിന്നെ വന്നടാ. ഇവൻ ചത്തില്ലേ? മനുഷ്യകത്തേക്ക് പോ. ലീലയും വിളിച്ചകത്തേക്ക് പോ. अब एक गाड़ी दियापा कर दिया ना. अब गन लेकर अपने ऊपर चढ़ रहे हैं. ओए अबे चल गाड़ी में बैठ. और चल गाड़ी में बैठ. No guns, please. Officer, he poor innocent माझा ऐका please. I'm talking to the officer, please. बेटा ऐका माझं please. അതുൽ, ठीक है. അവന്റെ കയ്യിലുള്ള ഗണ്ണ് വെച്ച് അവനെ ഷൂട്ട് ചെയ്തു. തല തുളഞ്ഞു പോകണ്ടായിരുന്നു, ജസ്റ്റ് മിസ്സായി. बाबा, काय चाललंय अतुल? मी नंतर बोलतो. Don't ask questions. Please go inside. ഏയ്, തോക്ക് താഴെടാ. Doctor, what's happening? Are you with us or with them? Of course I'm with you. Didn't I help save the life of the nurse? Didn't I help? Any other entrance to the house? Lock the door. Balcony. They can come through the stairs. മോഹിഷ്, അവരെ പോയി നോക്ക്. അവരെ അകത്തോടെ സേഫ് ആയിട്ടിരുന്ന് വെളിയിലേക്ക് വരരുത്. ഡോക്ടർ പ്ലീസ് ഗോ. What is happening? Oh my god. My god, Atul, why are you killing these innocent people? साला किधर है? Don't shoot. Oh, Mahesh! अरे ये निष्ठुर माणसानं मारून काय मिळणार? Mahesh! ലീല, വെയിറ്റ്. നീ ഇങ്ങോട്ട് വരില്ലേ? നീ വെളിയിലേക്ക് വരരുത്. ഞാൻ ദാ വരുന്നു. Innocent माणसं आहेत ती. വാതിൽ തുറക്കടാ. ए, मेरे हाथों में खुजली हो रही है. पापा को बोल पीछे जा. I'm going to call തുറക്കടാ. നിന്നോട് തുറക്കാനല്ലേ പറഞ്ഞത്? तेरा बाप ना. No! Baba, go inside. बहुत बड़ी गंदगी है.
മഹേഷിനെ അവരെ ഷൂട്ട് ചെയ്തു. പോലീസ് ഓഫീസറെ ഷൂട്ട് ഇവരുണ്ട്. എങ്ങനെയെങ്കിലും അവരെ രക്ഷിക്കൂ. അവിടെ ഒരു ഡോറുണ്ട്. അതുവഴി എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം പ്ലീസ്. अबे लाइट बंद कर दे, छिपेगा कहां साले? नीले पो वाह ശബ്ദം ഉണ്ടാക്കരുത്. ഇപ്പൊ ആരുമില്ല. We have to go. അമ്മ അച്ഛനും We have to go. നമ്മൾ പോയാൽ അവര് I can't die here. നമുക്ക് പോയേ പറ്റൂ. പറയുന്ന മനസ്സിലാക്കുക. അവരിവിടെ തനിച്ചാക്കിയിട്ട് വാ 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 വാ. ഞാൻ ഷൂട്ട് ചെയ്യും. ഞാനിപ്പോ ഷൂട്ട് ചെയ്യും. ഗണ്ണിങ്ങിതോ പെട്ടെന്നൊരാശയം തോന്നി. ഭയം ഒരിക്കലും നമ്മളെ തുരത്തി ഓടിക്കാൻ പാടില്ല. നമ്മളെ പിടിച്ച് ഭയം തിരിച്ചോടണം. I'm taking a U-turn. എന്തുപറ്റി? I'm so pissed off. പോലീസുകാരനെ കൂടെ നിർത്തി അവൻ നമ്മളെ അടിച്ചു. ജീവിതത്തിൽ അവൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റാത്. നമ്മളെ സംരക്ഷിക്കാനാ പോലീസ്. മഹേഷ്, രക്ഷിക്കാൻ കഴിഞ്ഞില്ല. നിന്റെ അമ്മ, നിന്റെ അച്ഛൻ, എന്റെ ബൈക്ക്, ആ നഴ്സ്, പിന്നെ നിന്നെയും. ഒട്ടും പേടിയില്ല അവർക്ക്.
എനിക്ക് ഒട്ടും പേടിയില്ല. ഞാൻ ഓടിപ്പോവാൻ പാടില്ല. എന്തായാലും അവരെന്നെ അകത്താക്കും. നോക്കാം, ഒരു കൈ നോക്കിയിട്ട് എന്നെ കാര്യം. ജീവിതത്തിൽ ഒരുപാട് സഞ്ചരിച്ചിട്ട് മരിക്കുന്നതാ കഷ്ടം. ഒരിടത്തും എത്താത്തവൻ മരിക്കുന്നതിൽ എന്താ ലീല? You get off somewhere. You should. എന്നാ ഞാൻ അവരെ അന്വേഷിച്ച് തിരിച്ചു പോകാൻ പോവാ. എന്താ സംഭവിക്കാൻ പോകുന്നെന്ന് അറിയില്ല. ഞാൻ വീണ്ടും അങ്ങോട്ട് പോകാൻ പോവാ. എന്തിനാ ഇത് ചെയ്തതെന്ന് എനിക്ക് അറിയണം. അവന്മാർ ഓരോരുത്തരോട് എനിക്ക് എണ്ണി എണ്ണി പകരം ചോദിക്കണം. നിനക്ക് എവിടെ പോകണമെന്ന് പറ, ഞാൻ അവിടെ ഡ്രോപ്പ് ചെയ്യാം. എവിടെയുമില്ല, നിന്റെ കൂടെ തന്നെയാ. പോവാ, നിന്റെ കൂടെ തന്നെ പോവാ നമുക്ക്. ലീല, ഒന്നുകിൽ നീ ഉണ്ടാവണം, ഇല്ലെങ്കിൽ നീ ഇല്ലാതെ ഞാൻ ഇറങ്ങണം. കരയാനും സങ്കടം പറയാനൊന്നും ഇപ്പൊ സമയമില്ല. നീ വിഷമിക്കാതെ, അവസാനം വരെ ഐ നീഡ് യു ലീല. നീ ആദ്യം സേഫ് ആയിരിക്കണം. ഇവിടെ റൂം എടുക്കാം, നീ അവിടെ ഇരുന്നോ. നോക്ക്, ഗണ്ണുണ്ട്, ഇത് നമുക്ക് ഉപകാരമാ. പേടിക്കാതെ, ആവശ്യം വന്നാൽ യൂസ് ചെയ്യുക. അകത്ത് പോകുമ്പോൾ ശ്രദ്ധിക്കണം, അവർ നിന്നെ കാണാൻ പാടില്ല. റൂമിൽ ചെന്നിട്ട് എനിക്ക് ഫോൺ ചെയ്യുക. മഹേഷിന്റെ ഫോണിലേക്ക് വിളിക്കുക. ഏത് റൂമെന്ന് പറയുക. ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞ് റൂമിലേക്ക് വരാം. സിംഗിൾ ഓക്യുപ്പൻസി 1 ഡേ എന്നും പറഞ്ഞ് ചെക്ക് ഇൻ ചെയ്യുക. ഓക്കെ, യു വിൽ ബി ഫൈൻ. ശരി, ചെല്ല്. ഡോണ്ട് വറി, ഗോ, കവർ യുവർ ഫേസ് ആൻഡ് ഗോ. നന്നായിട്ട് കവർ ചെയ്യുക. ചെല്ല്, ട്രസ്റ്റ് മീ, ഞാൻ നോക്കിക്കോളാം. നീ ചെല്ല്. മനസ്സിലേക്ക് വന്നു. ഡോക്ടറും അതിലും ഏത് റൂമിലാണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിലിനോട് ചോദിച്ചറിയണം. ഇതിന്റെ പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. मैं तो उससे बर्दाश्त नहीं होता था. What's become of you? क्यों मार दिया उन लोगों को? You killed them in our house, my house. I'm a doctor. I save lives. Calm down. देखिए मुझे. Relax, okay? Calm down. This is all because of party over.
बहुत बड़ा लोचा हुआ है यहाँ पे। ओके कामत अभी आ जाएगा। 10 मिनट पूछ रहा हूँ ना मैं, सिर्फ 10 मिनट मांग रहा हूँ ना। यही रहिए, कहीं मत जाइएगा। नहीं कामत सर आ रहे हो ना? बाबा बहुत नाराज है, क्या है कि क्या हो रहा है? नहीं मैं बाबा को फोन दूँ, बात करेंगे। ये अब्दुल നിന്റെ അച്ഛനെ വിടറാ ഡോക്ടർ എന്തിനാണോ എല്ലാരെയും കൊന്നത്? ഇത് ഞാൻ 2-3 പ്രാവശ്യം ഉപയോഗിച്ചതാ, ഇനി ഉപയോഗിക്കാൻ മടിക്കില്ല. പറയണം, എന്റെ ഫ്രണ്ടിനെ എന്തിനാണ് കൊന്നത്? പറയണം, ആരാ നിങ്ങളൊക്കെ? അവൻ നിന്നോട് എന്ത് തെറ്റാ ചെയ്തേ? ലൈഫിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാം നടക്കണമെന്നില്ല. എന്നാൽ ചില കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നതിനേക്കാളും ഗംഭീരമായിട്ട് നടക്കും. ലീല റൂമിൽ നിന്ന് വെളിവാ, ആ ബാഗ് എടുത്തോ, ഒന്ന് റൂമിൽ ഇട്ടേക്കരുത്. വേഗം വാ. നോ, ഞാൻ എല്ലാവന്റെയും കഥ കഴിച്ചു, ആ പോലീസുകാരനെ ഒഴിച്ച് എല്ലാം. നീ വാ, ആ ഡോക്ടർ എവിടെയെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ ലീല, പേടിക്കാതെ നീ വെളിയിലേക്ക് വാ. നീ എവിടെയാ? ഞാൻ കണ്ടു. വാ, കം. കമ്മീഷണർ, ഇതുവഴി വാ. लीला, रमन की बेटी, चल चल चल, चल मेरे साथ. You killed my mother. What did you do to my father? मेरे साथ. कहाँ जाएगी? चल. ये मूली ये ना. चल.
बेवड़ा था साला चला गया। तुम लोग ऊपर जाओ, इस तरफ चेक करो, कुछ लफड़ा हुआ है ऊपर। ठीक है सर, ऊपर जाओ। हॅलो, हाँ मी कामत बोलतो. गाड़ी नंबर नोट करा, MH102545. अबे दाढ़ी वाला बाल की चौक की तरफ जा रहा है. उसको उठाने का, सीधे गेस्ट हाउस लेकर आने का. पुलिस थाना मत लेकर जाना. ए क्या हो रहा है इधर? चलो हटो इधर से, हटो. अब बाहर जाओ. ठीक से चेक करो. आईच्या गावात. കരയ, സങ്കടം തീരുന്നതുവരെ കരയ. നമുക്ക് ഒരുപാട് സമയമുണ്ട്. ഐ ആം റിയലി സോറി. എല്ലാം ഇതേപോലെ മാറ്റാൻ പറ്റുമെങ്കിൽ ഒറ്റ സെക്കൻഡിൽ മാറ്റിയെന്നെ. എന്നോട് ക്ഷമിക്കും. നിങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് നിങ്ങളെ കൊന്നുകളയും വിചാരിച്ചിട്ടാ വെളിയിലേക്ക് കൊണ്ടുവന്നത്. എന്നിട്ട് അമ്മ അത് ചെയ്തു. ഐ ആം റിയലി സോറി ലീല. ഇറ്റ്സ് മൈ ഫോൾട്ട്. I am responsible. You are not responsible for this. എന്റെ മഹേഷിനെ എനിക്ക് നഷ്ടമായില്ല. അവ എനിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. ഒരു സെക്കൻഡിൽ എല്ലാം മാറ്റിമറിച്ച് അവനങ്ങ് പോയി. He's 20 ലീല. അവനെന്റെ ഫ്രണ്ടാ ലീല. ഇപ്പൊ ഇല്ല. അവന്റെ വീട്ടിൽ ചെന്ന് അവന്റെ അച്ഛനോട് ഞാൻ എന്താ പറയാ? അവന്റെ വീടിനകത്ത് ഞാൻ എങ്ങനെ കയറുന്നില്ല എനിക്കറിയില്ല. നമുക്ക് പോവാം. അയാളൊരു പോലീസ് ഓഫീസറാ. നമുക്ക് പോവാം. ഡോണ്ട് ഷൂട്ട്. നമുക്ക് പോവാം. वाह, यहाँ छुपे हो तुम लोग. तेरे को कैसे पहुंचाने का है पता है अपन को. गन किधर है? वेयर द गन. वेयर Please sir. I threw them away. Do not have it. इंग्लिश बहुत बोलता है तेरा छोकरा. कहाँ पे है? कहाँ वेयर? Somewhere on the way. Somewhere? साला. अच्छा. हाँ. ये क्या बे? साले तू बोलता है गन नहीं है? अडगुला मडगुला सोनिया से कड़गुला. तेरे छोकरे को उड़ा लेना मैं.
Please don't leave me. Leela, please. Please. Leela, എന്നെ വിട്ടു പോലെ ലീല. Please, Leela, please. Oh my God, she is gone. അവസാനം അവൻ എന്റെ ലീലയും കൊന്നു. എനിക്ക് അവനെ കൊല്ലാൻ കഴിഞ്ഞില്ല. എനിക്ക് അവനെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഒരു പോലീസ് ഓഫീസറെ, ഒരു സാധാരണ മനുഷ്യനെ ഞാൻ എങ്ങനെയാ കൊല്ലുന്നത്? പക്ഷെ കൊല്ലും ഞാൻ അവനെ. Leela, fine. Leela. Okay, it's okay. Okay. Leela, are you okay? ഒന്നുമില്ല. Hold on. Just hold on. Shut. Please, don't do this. Don't worry. ഇപ്പൊ ഹോസ്പിറ്റലിൽ എത്തും. വേണ്ട. പിന്നെ എനിക്ക് വേണ്ടി നീ ഇതൊന്നും ചെയ്യണ്ട. വിട്ടേക്ക്. Let it go. ഞാൻ കാരണം നീ വീണ്ടും പ്രശ്നത്തിലാവുകയുള്ളൂ. എന്നെ വിട്ടിട്ട് നീ പോ. ഇത് നിനക്ക് വേണ്ടി മാത്രമല്ല. നിന്റെ പേര് പറ. ഞാൻ മരിക്കുന്നതിന് മുമ്പ് നിന്റെ പേര് പറ. I'm not gonna let you die. ഇത് പറയാതെ ഞാൻ മരിച്ചുപോയ അത് വലിയ തെറ്റ്. പറഞ്ഞിട്ട് കാര്യമുണ്ടോന്ന് എനിക്കറിയില്ല. എന്നാലും പറയും. എന്താ? I love you. I love you. I love you. I love you too, actually. നീ ഇപ്പൊ എന്റെ ഹീറോയാ. അതുകൊണ്ടാ ഞാൻ പറയുന്നെന്ന് വിചാരിക്കല്ലേ. എനിക്കപ്പോഴേ എപ്പോ മുതലാണെന്നറിയോ? അറിയാം. എന്നാ പറ. കന്യാകുമാരിയില് ഹോട്ടൽ റൂമിൽ നിന്നോട് അന്ന് റൂം യൂസ് ചെയ്യാൻ പറഞ്ഞ് ഞാൻ പുറത്തു നിന്നില്ലേ? അപ്പോ അത്രയ്ക്ക് obvious ആയിരുന്നോ? അതെ, നിന്റെ കണ്ണിൽ ഞാനത് കണ്ടു. ഉറപ്പായിട്ട് മനസ്സിലായി. ആ ധൈര്യത്തില് നാട് റോഡില് നിന്റെ മടിയിൽ കിടന്ന സമയത്ത് ഞാനും പറഞ്ഞത് ഇപ്പോഴും പറയുന്നു. I love you, Leela. കോലാപൂരിലെ ഒരു സ്വകാര്യ ഹോട്ടലിൽ 2 ചെറുപ്പക്കാർ കൊല്ലപ്പെട്ട രീതിയിൽ കണ്ടെത്തി.
അടുത്ത മുറിയിൽ താമസിച്ചവർ വെടിയൊച്ച കേട്ടതായി പോലീസിനോട് Two വിവരം men were കൊടുത്തു. found dead inside one of the rooms of a private hotel. Eyewitnesses from the neighboring rooms recollect hearing gunshots. उसको जूम कर हाँ थाम उसका फेसेज नजर नहीं आ रहा. ये फुटेज वेस्ट है साला. हॉस्पिटल का भी कैमरा बंद किया था ना, उसका भी कोई फुटेज नहीं है. सर पकड़ने की पूरी कोशिश हो रही है. साला क्या करेगा? हर जगह के हॉस्पिटल को छान मारने का. वो मुर्गी की लाश के साथ क्या करेगा? शादी करेगा? साला अगर मुर्गी जिंदा है तो मुर्गी किधर है, किस हॉस्पिटल में? और जो उस लौंडे को जिंदा या मुर्दा लेकर आएगा ना, उसके लिए प्राइज 1 लाख रुपीस. ऑफर वैलिड टुडे टुमारो एंड बी हैप्पी, नो सॉरो. Magesh sir, person coming on bike. His father sir. Sir. സർ മകേഷ് അച്ഛനെ സംസാരിക്കുന്നേ. സാർ എനിക്കെന്റെ മോനെ വേണം സാർ, എനിക്കെന്റെ മോനെ വേണം സാർ. സാർ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മഹാരാഷ്ട്രയിൽ നടന്ന ഒരു പോലീസ് റെയ്ഡിൽ കോലാപൂരിലെ ഒരു സ്വകാര്യ ആശുപത്രിയുടെ ഉടമസ്ഥതയിലുള്ള ആംബുലൻസിൽ നിന്ന് 5 പേരുടെ മൃതദേഹങ്ങൾ പോലീസ് കണ്ടെടുക്കുകയുണ്ടായി. ഇതിൽ ആ ജില്ലയിൽ തന്നെയുള്ള സാമൂഹ്യ സേവകനായ രാമനും അദ്ദേഹത്തിന്റെ ഭാര്യ കൽപ്പന, ആംബുലൻസ് ഡ്രൈവർ, നഴ്സും അതോടൊപ്പം ചെന്നൈ തിരുവാൻമിയൂറുള്ള മഹേഷ് എന്ന കോളേജ് വിദ്യാർത്ഥിയെയും അജ്ഞാതരായ ചിലർ വെടിവെച്ച് കൊലപ്പെടുത്തിയതായിട്ടാണ് പോലീസ് കരുതുന്നത്. ഈ ക്രൂരകൃത്യം ആ നാടിനെ മുഴുവൻ ആശങ്കയിൽ ആഴ്ത്തിയിരിക്കുകയാണ്. ആദ്യ അന്വേഷണത്തിൽ കൊലയുടെ കാരണം എന്താണെന്ന് വ്യക്തമായിട്ടില്ല. എന്നാൽ മഹേഷ് ഇവരെ സഹായിക്കുന്നതിനു വേണ്ടി അവരെ സുരക്ഷിതമായൊരു സ്ഥലത്തേക്ക് മാറ്റുവാൻ വേണ്ടി കൊണ്ടുപോകുന്നതിനിടെയാണ് ഈ കൊലപാതകം നടന്നതെന്ന് പോലീസ് കരുതുന്നു. നമസ്കാർ. കസക്കായ്. യെസ്. കാമത്ത് കോലാപൂർ വർണ്ണ. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഇരിക്കേ പറയൂ. അത് പിന്നെ ഒരു കേസ് അവിടെ രജിസ്റ്റർ ആയിട്ടുണ്ട്. ബൈക്ക് ഓടിച്ചിരുന്നത് മരിച്ചുപോയ മഹേഷ. എന്നാൽ ബൈക്ക് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ പേരില്ല. അത് അന്വേഷിക്കാൻ വേണ്ടിയാ. എൻ്റെ മകൻ്റെ ഫ്രണ്ടാ മഹേഷ്. അവൻ ഈ ബൈക്ക് എടുത്ത് എവിടെയോ കറങ്ങാൻ പോയിരുന്നു ആ പെണ്ണുമായിട്ട്. അന്നൊരു ദിവസം റോഡ് ട്രിപ്പ് പോയെന്ന് പറഞ്ഞില്ലേ? ആക്സിഡൻ്റ് ആയതുകൊണ്ട് മഹേഷിനെ വിളിച്ച് പറഞ്ഞിരുന്നു. ഐ മീൻ എനിക്കതറിയാം. വാട്ട്സ് എ ബിഗ് ഡീൽ? Big deal? Where? Where son? He's here at home. Name, son name? Name? Rajinikanth. Rajinikanth. Yes. नल्ला इरक. रजनीकांत. समझा अंकल अपन को? ज्यादा मगजमारी करने का नहीं. अपन जब गाली पे आता है ना अंकल, तो माँ बहन एक कर देता है. बता इसको. Okay. Hold on. Da मोने रजनी. ഇങ്ങ് വാടാ. മൈ സൺ രജനികാന്ത്. യു രജനി. അത് വേറൊന്നുമില്ല, മഹേഷിനോട് വേറൊരാളുണ്ടായിരുന്നു. അയാൾ അന്വേഷിച്ചാണ് ഞങ്ങൾ വന്നത്. ഒന്ന് കോപ്പറേറ്റ് ചെയ്താൽ. ഐ എം റെഡി ടു കോപ്പറേറ്റ്. നന്ദി അങ്കിൾ, നന്ദി. इतना महीने से तू ट्राई कर रहा है? ट्राई कर रहे हैं अपन लोग सर. तेरे को कहाँ पे ट्रांसफर करूँ? सर सॉरी सर. तू तैयार रहे, कल तेरा ट्रांसफर आएगा. सर नो 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 सर. सारी जिंदगी भर की पुलिसगिरी की सुनरी बनाकर मेरी 30 साल ने मेरे को ना किसी को मारने का है. सर, ये नया ऑफिसर के डिटेल्स है जो आज ड्यूटी ज्वाइन करने वाला है.
तो थोड़ा ज़रूरी काम है सर अभी। तुझको क्या हुआ है? नहीं सर। इतना ट्रेस्ट क्यों है? नहीं सर। चिल मार। हाँ सर। ഇത് ഈ രജനീകാന്ത് ഒരു പോലീസ് ഓഫീസറായ കഥ. എൻ്റെ അമ്മ രജനിയുടെ വലിയൊരു ഫാനായിരുന്നു. ഞാൻ ജനിച്ചപ്പോൾ മറ്റൊന്നും ആലോചിച്ചില്ല, ആ പേര് തന്നെ വെച്ചു, രജനീകാന്ത്. ഈ യെല്ലോ പേജസ് ഉണ്ടല്ലോ, അതിലെ തമിഴ്നാട്ടിലെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അതിലൊരുപാട് രജനീകാന്ത് ഉണ്ടാവും. എന്നാലും എവിടെ പോയാലും, സ്കൂൾ, കോളേജ്, അതുപോലെ വെളിയിൽ എവിടെ പോയാലും മൈ നെയിം ഈസ് രജനീകാന്ത് എന്ന് പറഞ്ഞാൽ, നിന്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ രജനീകാന്ത് എന്ന് മറുപടി പറഞ്ഞാൽ എല്ലാവരും ഒരു 3 സെക്കൻഡ് എക്സ്ട്രാ നോക്കും. അതുകൊണ്ട് കൂടുതൽ ഉപയോഗിക്കാറില്ല. ഭൂരിപക്ഷം പേരും വിശ്വസിക്കാറുമില്ല. കാമത്തിൻ്റെ റിയാക്ഷൻ തന്നെയായിരുന്നു എല്ലാവരുടെ മുഖത്തും. And this is the first episode of my life as a police officer. Kamath! आखिरी बार जब हम मिले थे ना, उसके बाद थोड़ा सा हिंदी सीखा हूं. ആക്ച്വലി നമ്മൾ അവസാനം കണ്ടതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു. നീ എന്ന് എൻ്റെ വീട്ടിൽ വന്നില്ലേ, അതിന് 20 ദിവസം കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്നിരുന്നു. പിന്നെ ഒരുപാട് തവണ ഇവിടെ വന്നിട്ടുണ്ട്. ഈ സ്റ്റേഷന് മുന്നിൽ നിന്ന് നിന്നെ നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. നിന്നെ കൊല്ലാൻ വേണ്ടി തന്നെ, വേറൊന്നിനുമല്ല. പക്ഷെ നിന്നെ കാണുമ്പോഴേക്ക് എനിക്ക് അസൂയ തോന്നുമായിരുന്നു. നിന്റെ വരവും പോക്കും ഒക്കെ കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അപ്പം ഞാൻ തീരുമാനിച്ചു നിന്റെ സ്ഥലത്ത് എനിക്കിരിക്കണമെന്ന്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്, ഒരു നല്ല പോലീസുകാരനായിരിക്കണമെന്ന്. സത്യം പറഞ്ഞ നിന്നെ കണ്ടതുകൊണ്ട് മാത്രമാണ് ഈ കാക്കി ഇടണമെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായത്. അതുകൊണ്ട് കുറേ കാലം ഇവിടെ നിന്ന് മാറി നിന്നുകൊണ്ട് UPSC എക്സാം എഴുതി പാസ്സായി. IAS കിട്ടിയിട്ടും വേണ്ടെന്ന് വെച്ചിട്ട് IPS തിരഞ്ഞെടുത്ത് പ്രോപ്പറായി വീട്ടിൽ വന്ന് പോലീസ് വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം ഹൈദരാബാദിൽ ഓൺ ആൻഡ് ഓഫ് പോലീസ് ട്രെയിനിങ്, അതിനുശേഷം പൂനെയിൽ ഫസ്റ്റ് പോസ്റ്റിംഗ് ആസ് എൻ അണ്ടർ കവർ കോപ്പ്. അതിനുശേഷം ഇവിടെ തന്നെ കമ്പൽസറി ആയിട്ട് പോസ്റ്റിംഗ് വേണമെന്ന് വാങ്ങിച്ച് വന്നതാ. ജീവിതത്തിൽ എന്താ ചെയ്യേണ്ടതെന്നറിയാതെ കറങ്ങി നടക്കുകയായിരുന്നു. എന്നെ ഒരു പോലീസുകാരനാക്കിയത് നീ തന്നെയാണ്. അതിനാദ്യം നിനക്ക് നന്ദി പറയുക. എന്താണെന്നറിയില്ല മോട്ടെ, നിന്നെ കാണുമ്പോൾ നീ എന്തിനാ ആ കുടുംബത്തെ നശിപ്പിച്ചതെന്നറിയണമെന്ന് തോന്നി. ഡോക്ടർ എന്നെ ഒരുപാട് സഹായിച്ചു. ഡോക്ടറുടെ മകൻ അതുൽ എങ്ങനെ നിങ്ങളുടെ ഗ്യാങ്ങിൽ പെട്ടു എന്നറിയുന്നതായിരുന്നു ഫസ്റ്റ്. അതുൽ മരിച്ചെങ്കിലും അവൻ്റെ ഫോൺ ഡോക്ടറുടെ കയ്യിൽ കിട്ടി. അതിൽ ഡിലീറ്റഡ് പിക്ചേഴ്സിൽ കുറേ ഫോട്ടോസ് കണ്ടുപിടിച്ചു. ലീലയുടെ വീട്ടിൽ തിരഞ്ഞപ്പോൾ അവിടെ ഒരു ആൽബത്തിൽ അതേ ഫോട്ടോസ് കണ്ടു. അപ്പം ചില സംശയങ്ങൾ എനിക്ക് തോന്നി. അന്വേഷണത്തിൽ അത് ലീലയുടെ അമ്മ കൽപ്പനയുടെ സിസ്റ്ററാണെന്ന് മനസ്സിലായി. അവരുടെ പേര് അനാമിക. അവരെ അന്വേഷിച്ച് കണ്ടുപിടിക്കാനായി 1 വർഷം എടുത്തു. കഴിഞ്ഞ ആഴ്ച കണ്ടുപിടിച്ചത്. അവരൊരു മെന്റൽ അസൈലത്തിലായിരുന്നു എന്ന് നിനക്കറിയായിരിക്കുമല്ലോ. അവരെ അവിടുത്തെ പേഷ്യൻ്റ് ആക്കിയത് മിസ്റ്റർ ഡോക്ടർ നാഥുറാം ദൂബെ. ഇതെല്ലാം അനാമിക പറഞ്ഞാൽ ഞാൻ അറിഞ്ഞത്. 24 വർഷങ്ങൾക്ക് മുമ്പേ നടന്ന കഥ എന്നോട് പറഞ്ഞു. RLS പാർട്ടി ഓഫീസിൽ നടന്നൊരു ലവ് സ്റ്റോറി. നാഥുറാം ദൂബെ അപ്പോൾ ഒരു ഗാങ്സ്റ്റർ ആയിരുന്നു, പാർട്ടി വർക്കർ. അനാമിക അതേ പാർട്ടിയിൽ ഒരു മെമ്പറായിരുന്നു. അവന്റെ ഐഡിയോളജി സംസാരിച്ച് ഇരുവരും തമ്മിൽ അടുത്തു. 1 വർഷത്തോളം രണ്ടുപേരും അടുത്തിടപഴകിയതിനു ശേഷം അനാമിക ദുബൈയുടെ കുഞ്ഞിന്റെ അമ്മയാവാൻ പോകുന്നെന്ന് അറിയിച്ചു. നേ തുമാരി ബച്ചേക്ക് മാ ബന്നെ വാലിയു. കുഞ്ഞും വേണ്ട നീയും വേണ്ട എന്ന് പറഞ്ഞ് കുഞ്ഞിനെ നശിപ്പിക്കാനെന്നോണം അവളെ കൊല്ലാൻ ശ്രമിച്ചു നാഥുറാം. അവർ കുഞ്ഞിനെ പ്രസവിച്ചിട്ട് അവരുടെ സഹോദരി കൽപ്പനയെ ഏൽപ്പിച്ചിട്ട് എങ്ങോട്ടോ പോയി.
ആ കുഞ്ഞാണ് ലീല. മെനി ഇയേഴ്സ് ലേറ്റർ നാഥുറാം ഒരു പൊളിറ്റീഷ്യൻ, ലീഡർ, പാർട്ടിയിലെ വലിയ സ്വാധീനമുള്ള ആള്, ഇലക്ഷൻ ജയിച്ചാൽ ചീഫ് മിനിസ്റ്റർ ആവാൻ സാധ്യതയുള്ള വ്യക്തി. ഇതറിഞ്ഞ് 2.5 വർഷങ്ങൾക്ക് മുമ്പ് എവിടെയോ മറഞ്ഞു താമസിച്ചിരുന്ന അനാമിക പെട്ടെന്നൊരു ദിവസം പാർട്ടി ഓഫീസിൽ വന്ന് നാഥുറാമിന് കുഞ്ഞുണ്ടെന്നുള്ള കാര്യം പറയും. എന്നെ നീ വഞ്ചിച്ചു, നമ്മുടെ കുഞ്ഞിനെ നശിപ്പിക്കാൻ ശ്രമിച്ചു. അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് ഈ CM പോസ്റ്റിലിരിക്കാൻ അർഹതയുണ്ടോ എന്ന് ചോദിച്ചു. അത് നമ്മുടെ കുഞ്ഞാണെന്ന് പൊതുസമൂഹത്തിൽ വിളിച്ചു പറയാൻ താഴ്മയായി അപേക്ഷിച്ചു. പിന്നീടത് ഭീഷണിയായി. അവനെ ഭീഷണിപ്പെടുത്തിയതാണ് അനാമിക ചെയ്ത ആദ്യത്തെ തെറ്റ്. അവൾ വിചാരിച്ചു നാഥുറാം പഴയ നാഥുറാമാണെന്ന്. ലീല തന്റെ മകളാണെന്ന് തിരിച്ചറിഞ്ഞ് ഹൈവേയിൽ ഒരു ട്രക്ക് ഉപയോഗിച്ച് അവളെ കൊല്ലാൻ നാഥുറാം ശ്രമിച്ചു. അതിനുശേഷം അനാമികയെ കൊല്ലാൻ ശ്രമിച്ചു. പക്ഷെ അവരെ കൊന്നാൽ വലിയ പ്രശ്നമാവുമെന്ന് കരുതി അവരെ കൊണ്ടുപോയി ഒരു മെന്റൽ അസൈലത്തിൽ ചേർക്കും. ലീലയുടെ ജീവന് ആപത്തുണ്ടെന്ന് അനാമിക പറഞ്ഞിട്ട് മിസ്റ്റർ രാമൻ അറിയുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ ജീവന് ആപത്തുണ്ടെന്നുള്ള കാര്യം അദ്ദേഹം അറിഞ്ഞില്ല. ഈ കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ വെച്ച് ലീലയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനുശേഷമാണ് സർ നിങ്ങളുടെ എൻട്രി. ഇതൊന്നും അറിയാതെ, ഒരു ചോദ്യവും ചോദിക്കാതെ നാഥുറാമിന്റെ ഇൻസ്ട്രക്ഷൻസ് പ്രകാരം ഈ മേഡേഴ്സ് എല്ലാം എക്സിക്യൂട്ട് ചെയ്തത് 3 പേരാണ്. അതുൽ, ഡോക്ടർ യശന്തിന്റെ മകൻ, നീ കാമത്ത് ആൻഡ് ഗാങ്സ്റ്റർ ഹിരേ. അതിനുശേഷം ഈ കഥയിലെ മെയിൻ വില്ലനായത് നീയ. മറ്റവരെല്ലാം എന്റെ കൈകൊണ്ട് അയച്ചതിന് ശേഷം. നീ ഹോസ്പിറ്റലിൽ എന്താ ചെയ്തത്, ഡോക്ടറുടെ വീട്ടിൽ എന്താ ചെയ്തത്, അതിനുശേഷം ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചു, എല്ലാം എൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ കമ്മീഷണർക്ക് ഡീപോസ്റ്റ് ചെയ്തു ഇന്നലെ. അത് പറയാൻ എനിക്ക് ഇത്രയും സമയമെടുത്തു. അതിന് എനിക്ക് കാക്കി വേണ്ടി വന്നു. നിന്റെ ഫോൺ അടിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയോ? നാഥുറാം ദുബൈയെ അറസ്റ്റ് ചെയ്തു എന്ന്. ഇപ്പോൾ അവൻ്റെ നേതാവിനെ വെച്ചേ അവനെ പൊക്കി. ഇവനെ പൊക്കാനാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കോപ്പറേറ്റ് ചെയ്തു. ഒട്ടും ആലോചിച്ചില്ല. അവനെ എവിടെയാ കൊണ്ടുവരാൻ പോകുന്നത്? അതോടെ നിന്റെ കഥ തീർന്നു. 2 of your colleagues will be charged today for conspiring with you. അതിൽ ഒരുത്തന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇതിലുള്ളത്. അപ്രൂവറായി മാറിയത് ഇന്നലെ തന്നെ. യു ആർ നോട്ട് എ സ്മാർട്ട് പോലീസ് ഓഫീസർ. ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല എന്ന് എനിക്കറിയാം. ആ ധൈര്യത്തിൽ ഇറങ്ങി പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇതെല്ലാം. നിന്നോട് പ്രതികാരം വീട്ടണമെന്ന് തീരുമാനിച്ചിട്ട് ഇന്നേക്ക് 2 വർഷവും 6 മാസമായി. ഐ പ്ലേഡ് ദ പേഷ്യൻസ് ഗെയിം. ഐ വെയിറ്റഡ്, റിസ്ക് എടുത്തിട്ട്, യാതൊരു പേടിയും കൂടാതെ. ഇന്ന് ഞാൻ DCP രജനീകാന്ത്. क्या समझ रखे हो अपने आप को? क्यों लाए हो मुझे यहाँ? ये अनामिका कौन? अगर मेरा साथ ये हो सकता है तो आम आदमी के साथ क्या हो सकता है? फोन दियो, फोन दियो. Sir, this is a police station and this is my station. This is not your MLA hostel nor is it your house. There is an arrest warrant that was served on you this morning. There is proofs and evidence that you are involved in these murders. You attempted to kill your own daughter. Your lawyer on his way. Until then, you please be seated in that room. And that's an order! कौन सा statement? कौन सा वीडियो दे? Hey, take it! ഇപ്പൊ ഞാനൊരു സാധാരണക്കാരനല്ല. ഇപ്പൊ ഞാൻ മറ്റൊരാളാണ്. പോലീസ് പോലീസറാ.
തെറ്റ് ചെയ്ത പോലീസുകാരനെ കൊല്ലാൻ കഴിഞ്ഞില്ല. ഇന്നൊരു പോലീസുകാരനായി തെറ്റ് ചെയ്തവനെ കൊന്നിരിക്കുക. സോ ജയിച്ചു, പകരം വീട്ടി, എല്ലാം അവസാനിച്ചു. യു ആർ ഓക്കെ നൗ, വി ആർ ഓക്കെ നൗ. ഇനി നീ അവിടെ താമസിക്കേണ്ട കാര്യമില്ല. വീട്ടിൽ പൊയ്ക്കോ. അച്ഛനോട് ഒന്ന് വിളിച്ചുകൊണ്ട് പോകാൻ പറയാം. ഐ ലവ് യു. നേരം വൈകി, മഴയും വരുന്നവരുണ്ട്.